പറ്റിയിട്ടുള്ള വിശദീകരണം നൽകാം. അതിന്റെ കൂടെ എങ്ങനെയൊക്കെയാണെന്നുള്ള പറയാം. പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഇതിലിപ്പോ ഞാൻ കാണിക്കുന്ന ബോഡി സ്കാനിന്റെ ചിത്രം പഴയ ബോഡി സ്കാനർ ആയിരിക്കും. ഓക്കെ, പക്ഷെ ഇപ്പോൾ നമുക്ക് വന്ന പുതിയത് സെയിം തന്നെയാണ്, പക്ഷെ അതിന്റെ ഷേപ്പ് ഒന്ന് മാറിയേ ഉള്ളൂ. ഫങ്ഷനാലിറ്റി റിമെയിൻ സെയിം. ഫംഗ്ഷന് വലിയ വ്യത്യാസം വന്നിട്ടില്ല, അതിന്റെ ഷേപ്പിന് ഒരു വ്യത്യാസം വന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ എന്താണോ പറയുന്നത് അതെല്ലാം അതിനും പ്രാബല്യത്തിലുള്ളതാണ്. സോ വാട്ട് എവർ ബീങ് സെഡ് ഹിയർ അപ്ലിക്കബിൾ ഹിയർ, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. കാരണം കറക്റ്റ് 9 മണിക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തൊരു പ്രോഗ്രാം വെബിനാറിൽ തുടങ്ങും. അതിന്റെ ലിങ്ക് ആ പാർട്ടിസിപ്പൻസിനൊക്കെ കമ്പനി അയച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അവിടെ നമുക്ക് കാണാം. അത് ഓൾ ഓവർ ഇന്ത്യ പ്രോഗ്രാമാണ്. സോ നമുക്ക് നേരെ ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. യെസ്, ഓപ്പൺ ദ ഡോർസ് ടു സക്സസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വിജയത്തിലേക്കുള്ള വാതിലുകൾ നമുക്കൊന്ന് തുറക്കണം. ഓക്കെ, വാതിൽ എന്ത് വാതിൽ തുറക്കണമെങ്കിൽ അത് കൂട്ടി ലോക്ക് ചെയ്ത് വാതിൽ തുറക്കണമെങ്കിൽ നമുക്ക് ഒരു കീ വേണം, അല്ലേ? താക്കോല് വേണം. അപ്പൊ അങ്ങനത്തെ സക്സസിലേക്കുള്ള ഒരു താക്കോലിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അവിടെ. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ദി കീ ടു സക്സസ്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, യെസ്, ഇതാണ് ഗ്രാബ് ദ കീ ടു a golden future. സുവർണ ഭാവിയിലേക്ക് നമുക്ക് ആ മാജിക്കൽ കീ ഒന്ന് കയ്യിൽ കൊടുക്കാം. ഓക്കെ, സോ വാട്ട്സ് ബോഡി സ്കാനർ. സോ ദാറ്റ് കീ ടു ദ ഗോൾഡൻ ഫ്യൂച്ചർ ഇസ് ബോഡി സ്കാനർ. അപ്പം നമ്മളുടെ ഭാവിയിലേക്ക്, സുവർണ ഭാവിയിലേക്കുള്ള ഒരു സക്സസിലേക്കുള്ള ആ വാതിൽ തുറക്കപ്പെടണമെങ്കിൽ അതിനുള്ള ഒരു വലിയ ഒരു കീ ആണ് ബോഡി സ്കാനർ. അപ്പൊ ഡയറക്ടർ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഏകദേശം 8 കൊല്ലം മുന്നേ കൊടുത്തതാണ്, 10 കൊല്ലം മുന്നേ ഇൻഫാക്ട്. അപ്പൊ അതേ മോഡലിനെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ചിത്രം അതാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന ബോഡി സ്കാനർ ഫങ്ഷനാലിറ്റി സെയിം ആണ്, ഷേപ്പും സൈസും ഒന്ന് മാറി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് കാണിക്കുമ്പോൾ അയ്യോ ഇതെൻ്റെ അടുത്ത് ഇല്ലല്ലോ, എൻ്റെ അടുത്ത് പലതാന്ന് വിചാരിക്കരുത്. പക്ഷേ ഈ മൊബൈൽ ഫോണുമായിട്ട് ബ്ലൂടൂത്തുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സോ കോൾഡ് ടെക്നോളജിക്കലി കുറച്ചും കൂടി വ്യത്യാസം വന്നിരിക്കുന്നതിനെ പറ്റി ഞാൻ പറയാറില്ല, ഞാൻ പറയുന്നില്ല. കാരണം അതിലെ ചില സംഭവങ്ങളൊന്നും നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് വി ആർ ആക്ച്വലി ഫോളോയിങ്. അപ്പോൾ ഇങ്ങനത്തെ ബോഡി സ്കാനറാണ് ഇതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ പലവട്ടം ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ ബോഡി സ്കാനർ കയ്യിൽ വെക്കണം. സോ അതാണ് നമ്മൾ ഇവിടെ ഇന്ന് സംസാരിക്കുന്നത്. കാരണം ഇതിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ചില റീഡിങ്സ് നമ്മളുടെ ബ്ലൂടൂത്ത് സ്കാനർ കൂടെ വരുമ്പോൾ വലിയ വ്യത്യാസങ്ങളാണ്. സോ അത് പലതരത്തിലുള്ള സ്കാനർ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, എല്ലാം മാറി മാറിപ്പോകും. ഇപ്പോൾ ഒരാൾ 3 തരം സ്കാനറുമായിട്ട് വന്നു കഴിഞ്ഞാൽ 3 തരത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും. പക്ഷെ അതിനെ കൊണ്ട് അവസാനിക്കുന്നത് എങ്ങനെയായിരിക്കും? ആദ്യത്തെ ഒരാളെടുക്ക് സ്കാൻ ചെയ്ത വ്യക്തി 3ാമത്തെ ഒരാളത്ത് പോയിട്ടുണ്ടെങ്കിൽ അന്ന് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഇന്ന് ഇങ്ങനെയല്ലേ പറയുന്നതായിപ്പോകും. അതുകൊണ്ട് ഒരു യൂണിഫോം ആയിട്ടുള്ള ബോഡി സ്കാനർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബോഡി സ്കാൻ ഉള്ളവർ പിന്നെ ഇപ്പോൾ പുതിയ വന്ന ആ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള പുതിയ ബോഡി സ്കാൻ, രണ്ടും സെയിം ഫങ്ഷനാലിറ്റിയാണ്, ബ്ലൂടൂത്ത് അല്ലാത്തതിന്റെ അർത്ഥം. ഓക്കെ, റൈറ്റ്. അപ്പൊ ബോഡി സ്കാനർ എന്ത് ചെയ്യും? നമുക്ക് ബോഡി സ്കാനർ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ സഹായങ്ങൾ അതിനെ കൊണ്ട് ഉണ്ടാകുക എന്നുള്ളതാണ്. ഇറ്റ് വിൽ ഗിവ് യു മോർ PV, അല്ലേ? കൂടുതൽ PV ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് മാക്സിമം ഏർണിംഗ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് പല ആൾക്കാരുടെ ശരീരത്തിന്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ അവസ്ഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന സപ്ലിമെന്റിലും അതുപോലെ ജീവിത ശൈലിയിലേക്കുള്ള മാറ്റങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വലിയൊരു വ്യത്യാസം അവർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വലിയ വാല്യൂ കിട്ടും, അല്ലെ? പ്രസ്റ്റീജ് കിട്ടും. അപ്പം അദ്ദേഹം വന്നിട്ട് ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് സ്കാൻ ചെയ്ത് അതിന്റെ റിസൾട്ടിൽ കൂടെ നിങ്ങൾ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ശരീരഘടന കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും അതിൽ കൂടെ പ്രോഡക്റ്റ് കൊടുത്തിട്ട് അദ്ദേഹത്തിന് ആരോഗ്യം നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഒറ്റയ്ക്കല്ല വരിക, അദ്ദേഹം പല ആൾക്കാരെയും കൂട്ടി വരും. ഇതാണ് ബോഡി സ്കാനർ നിങ്ങളെ കുറെ സഹായിക്കുക എന്നുള്ളത്. അപ്പോൾ ന്യൂട്രീഷന് പലതരത്തിലുള്ള ടൂൾസ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കാറുണ്ട് ഓരോ ഘട്ടത്തിലും. ആ ടൂൾസ് നമ്മളെ കൂടുതൽ കൂടുതൽ പ്രൊഡക്റ്റിലേക്ക് എത്താനും ആ പ്രൊഡക്റ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് കൂടുതൽ ജനങ്ങളിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തിക്കാനും വേണ്ടി സഹായിക്കുന്നതാണ്. അതിൽ കൂടെ ഈ പറഞ്ഞ 3 നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി പല സമയത്തും നമ്മൾ ഈ ടൂൾസ് വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട്
ഒന്നാമത് ടൂൾസ് മേടിക്കത്തില്ല. ഇനി അത് മേടിച്ചാലും അത് വേണ്ടതുപോലെ യൂസ് ചെയ്യത്തില്ല. ഞാൻ എന്താ പറഞ്ഞു വന്ന എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വാട്ട് എവർ ടൂൾസ് ആർ ബീങ് ഗിവൺ, ഏതൊക്കെ തരത്തിലുള്ള ടൂൾസുകളാണോ ന്യൂട്രിചാർജ് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്, അത് സ്വീകരിച്ചുകൊണ്ട് അതിനെ യൂസ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളിലേക്ക് നീങ്ങണം. അത് മാത്രമല്ല, ഒരു പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ ഈസി കൂടി, എല്ലാം പഠിക്കേണ്ട ആവശ്യം വരത്തില്ല. അതിൽ മാത്രം നോക്കിയിട്ട് അതിന്റെ ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. സോ ഇമ്പോർട്ടൻസ് ഓഫ് ടൂൾസ് റിമെയിൻസ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ ബി വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. ഓക്കെ. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡായത്. എന്താണ് ഇത്? റൈറ്റ് പിക്ചർ നീഡ്സ് റൈറ്റ് ഫോക്കസ്, അല്ലേ? ശരിയായ ഒരു പടം എടുക്കണമെങ്കിൽ ക്യാമറയിൽ കൂടെ ആ പടത്തിന്റെ ഫോക്കസ് പെർഫെക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെയാണ് നിങ്ങളൊരു കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും ആരോഗ്യപരമായിട്ട്, വളരെ വിരളമായിട്ടുള്ള ആൾക്കാരെ ഉള്ളൂ ആരോഗ്യത്തിനെ പറ്റി ചിന്തിക്കുന്നതും ആരോഗ്യത്താൽ ജീവിക്കണമെന്ന് ചിന്തിക്കുന്നതും ജീവിതശൈലി പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതും വളരെ വിരളമായിട്ടുള്ള ആൾക്കാരായി. അതൊക്കെ നിങ്ങൾ എല്ലാവർക്കും എക്സ്പീരിയൻസ് ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിന് ആരോഗ്യത്തോടും ജീവിതത്തിനോടും യാതൊരു ഫോക്കസും ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലേ? ശരിയായ ദൃഷ്ടികോണം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ശരിയായിട്ടുള്ള ഫോക്കസ് ആ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കണം നമ്മൾ. ആ കാണിച്ചു കൊടുക്കാനുള്ള ഒരു ആദ്യത്തെ പടിയാണ് ഈ ബോഡി സ്കാൻ എന്ന് പറയുന്നത്. ഓക്കെ. കാരണം വരുന്ന കസ്റ്റമർ ഫോക്കസ്ഡ് അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ ഫോക്കസ് ചെയ്യാനുള്ള, അദ്ദേഹത്തിനെ ഫോക്കസ് ചെയ്യാൻ കൊടുക്കുക. അതുകൊണ്ട് ഈ വരുന്ന കസ്റ്റമർ ഫോക്കസ് ഇല്ലാത്തത് കൊണ്ട് ഈസ് അൺഅവെയർ ഓഫ് ദ ട്രൂ സ്റ്റാറ്റസ് ഓഫ് ഹിസ് ന്യൂട്രീഷൻ. പോഷകങ്ങളെ പറ്റിയിട്ട് യാതൊരു ധാരണയില്ല. ആ വ്യക്തിയുടെ ശരീരത്തിനെ പറ്റിയും ആ വ്യക്തിയുടെ ആരോഗ്യത്തെ പറ്റിയും യാതൊരു ധാരണയില്ല. ദാറ്റ് ഈസ് കോൾഡ് ഇഗ്നറൻസ്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കണം. അപ്പൊ അദ്ദേഹത്തിന് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ യഥാർത്ഥ സ്ഥിതി എന്താന്ന് പറഞ്ഞു കൊടുക്കണം. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ യഥാർത്ഥ സ്ഥിതി എന്താന്ന് പറഞ്ഞു കൊടുക്കണം. പോഷകങ്ങൾ എന്താന്ന് പറഞ്ഞു കൊടുക്കണം. പോഷകങ്ങൾ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞു കൊടുക്കണം. പോഷകങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ പോഷക ന്യൂനത കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താന്ന് പറഞ്ഞു കൊടുക്കണം. ഇനി മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ മരുന്ന് കഴിക്കുമ്പോഴുള്ള പാർശ്വഫലങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. കാരണം ഇതെല്ലാം അറിവില്ലായ്മയിൽ കൂടെയാണ് നമ്മൾ വരിക, കൺകെട്ടിയിട്ടാണ് വരിക. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് അങ്ങ് ഉൾക്കൊള്ളാൻ വളരെ സമയം എടുക്കും. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ. ഓക്കെ. പക്ഷെ വരുന്ന ഏതൊരാളോട് ചോദിച്ചു, അദ്ദേഹം എന്താ പറയാ? നിങ്ങൾ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. സോ ഹി ഫീൽസ് ദാറ്റ് ഹി ഈസ് ഹെൽത്തി, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നോട്ട്. അദ്ദേഹം വിചാരിക്കുന്ന അദ്ദേഹത്തിന് ആരോഗ്യമുണ്ടെന്നാണ്. പക്ഷെ അദ്ദേഹം പറയും ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കാറുണ്ട്, ഭക്ഷണം കഴിച്ചത് കൊണ്ട് ആരോഗ്യം ഉണ്ടാവാറില്ല. അതുകൊണ്ട് അദ്ദേഹം പറയും ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട്, എനിക്ക് അങ്ങനത്തെ നിബന്ധനകളൊന്നും ആരും പറഞ്ഞിട്ടില്ല, എനിക്ക് ആരോഗ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ക്ഷീണം അറിയില്ല എന്നൊക്കെ പറയും. അതുകൊണ്ട് ഈ സപ്ലിമെന്റ്സിന്റെ ആവശ്യം എനിക്ക് എന്തിനാ? Why should I take supplements? When I am perfectly well, then why should I take supplements? അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നതൊന്നും അയാൾ കേൾക്കില്ല. അവിടെയാണ് അതിന്റെ പോയിന്റ് കിടക്കുന്നത്. കാരണം അദ്ദേഹത്തിനെല്ലാം അറിയാമെന്നുള്ളൊരു ഭാവനയാണ്, പക്ഷെ അദ്ദേഹത്തിനൊന്നും അറിഞ്ഞുകൂടാന്നു. പക്ഷെ ഇനിയിപ്പോ നിങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും? അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലായി ഇദ്ദേഹത്തിന് ആരോഗ്യമില്ല, ഇദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലായി. പക്ഷെ നമ്മൾ അദ്ദേഹത്തെ ബോധിപ്പിക്കുക ചുമ്മാതെ പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു? നമ്മൾ എന്തെല്ലോ കുറച്ച് പ്രോഡക്റ്റ് ഇദ്ദേഹത്തിന് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്, കുറച്ച് ബിസിനസിന്റെ ഭാഗമായിട്ട് വന്നതാണ്, റൈറ്റ്? പക്ഷെ ബോഡി സ്കാനർ എല്ലാം പറഞ്ഞു കൊടുക്കും. ആ ബോഡി സ്കാനറിന്റെ മുകളിൽ ആരെ നിർത്തുന്നോ ആ വ്യക്തിയുടെ ശരീരത്തിന്റെ ഘടനയും അവസ്ഥയും അതിൽ കൂടെ നമുക്ക് ആ വ്യക്തിക്ക് ആരോഗ്യവും അനാരോഗ്യവും പറഞ്ഞു കൊടുക്കാൻ വളരെ സുഗമമായിരിക്കും. അപ്പൊ നമ്മളുടെ ശരീരത്തിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് അറിയാം? നമുക്ക് വേണ്ടത് കൂടുതൽ മസിൽസ്, ഒരു ലിമിറ്റ് വരെ ഫാറ്റ് വേണം. പക്ഷേ ഈ വടംവലിയിൽ ശരീരത്തിന്റെ അകത്ത് നടക്കുന്ന യുദ്ധമുണ്ടല്ലോ, അതിൽ എപ്പോഴും മസിൽസ് പരാജയപ്പെട്ടു, കൊഴുപ്പാണ് വർദ്ധിക്കുക. പക്ഷെ ഇത് ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശരിക്ക് ഓടത്തില്ല. ചുമ്മാതെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, അവരെന്താ പറയാ, നിങ്ങളുടെ ശരീരത്തിൽ മസിൽസ് കുറവാണ് കേട്ടോ, ഫാറ്റ് വല്ലാതെ കൂടുതലാണെങ്കിൽ കുറച്ച് ആൾക്കാർ ഓക്കെ എന്ന് പറയും, ചില ആൾക്കാർ അറിയാന്ന് പറയും. പക്ഷെ ഈ ബോഡി സ്കാനിൽ കൂടി പോകുമ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഇവിടെ വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബോഡി സ്കാനറുമായിട്ട് പോകുമ്പോൾ മറ്റൊരാളെ ബോഡി സ്കാൻ ചെയ്യുന്നതിന്റെ മുന്നേ നമ്മളെ ബോഡി സ്കാൻ ചെയ്തുകൊണ്ട് ആ ബോഡി സ്കാനർ കൂടെ പറയുന്ന കാര്യം നമ്മുടെ ശരീരവുമായി മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ പോയിട്ട് പറയാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ പോയി പറയലും അത് അവസാനത്തെ പറയലുമായി മാറും. കാരണം എന്താണെന്നറിയോ?
ഇതിൽ പറയുന്ന പെർസെൻറ്റേജ് പോലെ നമുക്കില്ലെങ്കിലും നമ്മളൊരു കസ്റ്റമർ അടുത്ത് പോയിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഇത്ര ഫാറ്റ് വേണം, ഇത്ര മസിൽസ് വേണം, എല്ല് ഇത്ര വേണം, വെള്ളം ഇത്ര വേണം. പക്ഷെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട് ഇദ്ദേഹം പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഇദ്ദേഹത്തിന്റെ ശരീരം. പിന്നെ ഇദ്ദേഹം ഈ സ്കാനറുമായിട്ട് എന്തിനാണ് ഇറങ്ങിയിരിക്കുന്നത്? വെൻ ഹീ ഈസ് നോട്ട് ഫിറ്റ്, അതാണ് പ്രോബ്ലം. എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊന്ന്. രണ്ടാമത്തത്, ഇതിലുള്ള ഇന്റർപ്രിട്ടേഷൻ ഞാൻ പറഞ്ഞത് അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, പഠിച്ചിരിക്കണം. അത് മാത്രമല്ല, ഇതൊക്കെ ഒരു ഡാറ്റ ഷീറ്റിൽ എഴുതി വെക്കണം. ഒരു ഷീറ്റ് അവർക്ക് കൊടുക്കണം, ഒരു ഷീറ്റ് നമുക്ക് വെക്കണം. കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ദിവസം ഒരു 15-100 ആളൊന്നും ചെയ്യാൻ പറയുന്നില്ല. ഒരു ദിവസം നിങ്ങൾ ഒരു നിശ്ചിത കണക്ക് നിങ്ങൾക്ക് സാധിക്കുന്നത്ര ആൾക്കാരെ നോക്കുക. എന്നിട്ട് അടുത്ത കറക്റ്റ് ഒരു മാസമാകുമ്പോഴേക്കും ഫോളോ അപ്പ് ചെയ്ത് വീണ്ടും പോയിട്ട് സ്കാൻ ചെയ്യുക. അങ്ങനെ ഫോളോ അപ്പ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു പ്രാവശ്യം പോയി ചെയ്തു സ്ഥലം വിട്ട് കഴിഞ്ഞാൽ അത് അവസാനിക്കും. നമ്മളത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞുതരും. അപ്പോ ഫാറ്റ് മസിൽ തമ്മിലുള്ള ആ ഒരു വലിയ യുദ്ധം അവിടെ എന്താണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞുതരും. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആരോഗ്യം വേണ്ടിയിട്ടുള്ള 2 സംഭവങ്ങളാണ് ബോഡി ഫാറ്റ് ആൻഡ് ബോഡി മസിൽസ്. ഓക്കെ, കൊഴുപ്പും ആവശ്യമാണ് ആരോഗ്യത്തിന്, മസിൽസും ആവശ്യമാണ് ആരോഗ്യത്തിന്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? മസിൽസ് ആവശ്യത്തിനേക്കാളും വളരെ കുറഞ്ഞു പോവുകയും ഫാറ്റ് ആവശ്യത്തിനേക്കാളും വളരെ കൂടിപ്പോവുകയും ചെയ്യും. അപ്പൊ ഇത് രണ്ടിന്റെയും അനുപാതമുണ്ടല്ലോ, റേഷ്യോ ഒരിക്കലും മാച്ച് ആവത്തില്ല. ഈ ചിത്രത്തിൽ കാണുന്ന അവസ്ഥയിലാണ് പല ആൾക്കാരും ഉണ്ടാകുക. ഇനി വലതുമായി പോകുന്ന അവൻ പറയും എനിക്ക് കൊഴുപ്പേ ഇല്ലല്ലോ, എന്ന് നോക്കി കൊഴുപ്പുണ്ടോ? ഇല്ല. എന്റെ വയറ് ചാടിയിട്ടുണ്ടോ? ഇല്ല. പിന്നെന്തുവാ? പക്ഷെ മാഷെ നിങ്ങൾക്ക് അതില്ലെങ്കിലും മസിൽസും ഇല്ലല്ലോ, നിങ്ങൾക്കൊന്നുമില്ല. മറ്റേ ഇടത് ഭാഗത്തുള്ള ആൾക്ക് അറ്റ്ലീസ്റ്റ് പറയാം കുറെ കൊഴുപ്പുണ്ട്. പക്ഷെ ആ കൊഴുപ്പുള്ളതോ നോക്കി അദ്ദേഹത്തിന്റെ സെൻട്രൽ ഒബേസിറ്റി നോക്കി, വയർഭാഗം നോക്കി, ഇറ്റ്സ് എ റിയൽ പിക്ചർ ഓഫ് ഫാറ്റി ലിവർ. ഇദ്ദേഹത്തിന് ഗ്രേഡ് 3 ഫാറ്റി ലിവർ ആയിരിക്കും. പക്ഷെ അദ്ദേഹം നിൽപ്പും അദ്ദേഹത്തിന്റെ സ്റ്റൈലും കണ്ടാൽ അദ്ദേഹത്തിന് യാതൊരു രോഗവും ഇല്ലാതെയാണ് നിൽക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളുടെ മുമ്പിൽ പല ആൾക്കാരും വന്ന് നിൽക്കുക. നിങ്ങളും കണ്ടു കാണും, നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അതൊക്കെയാണ്. അപ്പൊ ഇതിനെ മാറ്റിയാലേ സംഭവിക്കും. അതിനെന്ത് ചെയ്യണം? നമുക്ക് 2 മിനിറ്റ് കൊണ്ട് ഒരു വ്യക്തിയെ ബോഡി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഫാറ്റിന്റെ ഡിപ്പോസിഷൻ എത്രയാണ്, പെർസെൻറ്റേജ് ഓഫ് മസിൽസ് എത്രയാണെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഒരു വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും എന്താണ്. പക്ഷെ ആദ്യം നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും എത്ര മസിൽസ് വേണം, എത്ര ഫാറ്റ് വേണം, എന്താണ് മിനിമം ക്വാണ്ടിറ്റി എങ്കിലും വേണ്ടത്. പക്ഷെ അതറിയാതെ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുക? നിങ്ങളുടെ ശരീരത്തിൽ കുറെ മസിൽസ് ഉണ്ട്. അപ്പൊ അദ്ദേഹം ചോദിക്കും കുറെ ഫാറ്റ് ഉണ്ട്, കുറെ മസിൽസ് കുറവാണ്, അപ്പൊ എത്രയാ വേണ്ടത്, എങ്ങനെയാ വേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ അയ്യോ അത് കൃത്യമായിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ഈ വയറുണ്ടാകാൻ പാടില്ല കേട്ടോ, എന്നൊന്നും പറഞ്ഞ് നടക്കത്തില്ല. ചില സമയത്ത് വളരെ മെലിഞ്ഞാണ് ശരീരത്തിനും അഭീകരമായിട്ട് കൊഴുപ്പ് കാണും. അപ്പൊ നമ്മളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം മാത്രം. അപ്പൊ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. സോ ദ റീഡിങ്സ് ഓഫ് ദ ബോഡി സ്കാൻ വിൽ ഫോക്കസ് ദം ഓൺ ദിയർ ഹെൽത്ത്. അപ്പൊ ഇതിൽ കൂടെ ഇപ്പൊ നോക്കട്ടെ, ഇതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞാലേ ഇത് സൂപ്പർ സൺഡേ ആയതുകൊണ്ട് ലിമിറ്റഡ് ആണ്. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്, ഈ ബോഡി സ്കാനിന്റെ മുകളിൽ നിൽക്കുമ്പോൾ അതിന്റെ ആ സ്കാനിങ് മെഷീൻ ഒന്ന് എടുക്കാൻ വേണ്ടി തുടക്കത്തിൽ പേജിലേക്ക് പോകും. ഓക്കെ, റൈറ്റ്. ഇതാണ് ബോഡി സ്കാൻ. ഓക്കെ, ഇതാ എന്റെ കേഴ്സർ കാണും കേട്ടോ. ഇതാണ് അതിന്റെ ഡിസ്പ്ലേ, റൈറ്റ്. ഇത് ഡിസ്പ്ലേ ആണ്. ഇത് ഈ 4 സാധനങ്ങൾ, ഇവിടെ 2, ഇവിടെ 2, ഇതാണ് അതിന്റെ ഇലക്ട്രോണിക് പാഡ്സ് ആണ്. അപ്പൊ നമ്മൾ ഇത് ഒരു വ്യക്തിയെ ഇവിടെ നിർത്തുമ്പോൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ പറയുക, 3 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന് നിങ്ങളെ കണ്ടാൽ അറിയാം, അതായത് പുരുഷനാണോ സ്ത്രീയാണോ നിങ്ങൾ കണ്ടാൽ അറിയാം. പിന്നെ അദ്ദേഹത്തിന്റെ ഹൈറ്റ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഹൈറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം, അദ്ദേഹം ഒരു തരത്തിലുള്ള പാദ ചെരുപ്പുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ചെരുപ്പ് ഷൂ ഒന്നും പാടില്ല, പാദരക്ഷകളൊക്കെ ഒഴിവാക്കണം. പിന്നെ ചുമരോട് ചേർന്ന് നിൽക്കണം, തലയും ചുമരോട് ചേർക്കണം, ശരീരം ചുമരോട് ചേർക്കണം, കാലിന്റെ ഹീൽസും ചുമരോട് ചേർത്ത് നിൽക്കണം. ചില ആൾ നിൽക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞ നിൽക്കുക, അതായത് കാലിന്റെ താഴ്ഭാഗം ചുമരോട് തൊടത്തില്ല, അങ്ങനെ പറ്റില്ല. കംപ്ലീറ്റ് ചുമരോട് ചേർന്ന് നിൽക്കണം. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്കെയിലോ അല്ലെങ്കിൽ പുസ്തകമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹാർഡ് സാധനം വെച്ചിട്ട് അദ്ദേഹത്തിന്റെ തലയുടെ ഈ ഭാഗത്തൂടെ നമ്മൾ വെച്ച്
അദ്ദേഹത്തിന്റെ ഹൈറ്റ് കൃത്യമായിട്ട് അളക്കണം. ആ ഹൈറ്റ് അളക്കാനുള്ള മിഷനൊക്കെ ഒരു സ്കെയിലൊക്കെ അങ്ങ് ഫിറ്റ് ചെയ്താൽ മതി. ഒന്ന് വലിച്ചാൽ തന്നെ മനസ്സിലാവും. ഇല്ലെങ്കിൽ ഇഞ്ചിടെ പൊട്ടിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഹൈറ്റ്, അപ്പൊ ആദ്യം ഹൈറ്റ് ഇതിൽ എൻട്രി ചെയ്യണം. ഹൈറ്റ് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു പൊസിഷൻ കാണാം. നിങ്ങൾക്ക് ഉണ്ടോ അവിടെ? ഇതാണ് ഇവിടെ ഗസ്റ്റ് എന്നെല്ലാം പറയുന്നത്, ആദ്യം വരുന്നത്. അപ്പൊ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വരിക ഹൈറ്റ് ആണ്. ഹൈറ്റ് 160 കാണിക്കും. അപ്പൊ 160 മുകളിലാണെങ്കിൽ ഈ അടിക്കുക, എയർ ഉണ്ട് മുകളിലോട്ട് പോകേണ്ടത്. അപ്പൊ 160 പ്ലസ് ചെയ്യണമെങ്കിൽ ഈ എയർ ഓടിക്കണം. അല്ലെങ്കിൽ താഴോട്ടാണെങ്കിൽ ഈ താഴെ അടിക്കണം. അപ്പൊ അടിച്ചിട്ട് നിങ്ങൾക്ക് എത്ര, ഫോർ എക്സാമ്പിൾ 165, അപ്പൊ ഇവിടെ ഓപ്പൺ ചെയ്താൽ 160 കാണിക്കുക. അപ്പൊ ഈ എയർ വെച്ചിട്ട് 165 ആയി കഴിഞ്ഞാൽ ഇവിടെ സെൻട്രലിൽ ഒരു ഒരു ബട്ടൺ ഉണ്ട്, സെറ്റ്. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യാൻ നേരെ ഏജിലേക്ക് പോകും. അപ്പൊ ഏജ് 30 തുടങ്ങുക. അപ്പോൾ 30 കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ ഏജ് എന്താണോ, ഇതെല്ലാം ആദ്യം ആ ഡാറ്റ ഷീറ്റിൽ എഴുതി വെക്കണം കേട്ടോ, എന്നാൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ ഏജ് എത്രയാണോ അത് ചെയ്ത് അതുപോലെ തന്നെ അപ്പ് ഓർ ഡൗൺ വാട്ട് എവർ ഇറ്റ് ഈസ്, എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ചെയ്യുമ്പോഴേക്കും ഇവിടെ 2 ചിത്രങ്ങൾ വരും, മെയിൽ ഓർ ഫീമെയിൽ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഞെക്കുക, അതായത് താഴത്തെ ഞെക്കിയാൽ അത് മെയിലാവും, ഒന്ന് ഞെക്കിയാൽ ഫീമെയിൽ ആവും. എന്നിട്ട് വീണ്ടും സെറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ മുകളിലത്തെ ഞെക്കുമ്പോൾ ആ ഫീമെയിൽ അങ്ങ് മാറിയിട്ട് മെയിലായിരിക്കും. താഴത്തത് എയറോ നിൽക്കുമ്പോൾ അത് എന്നിട്ട് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീഡിങ്ങിന് റെഡി ആവും. അപ്പൊ ഇതിങ്ങനെ ഓടിക്കളിക്കും ഇവിടെ ഇങ്ങനെ. എന്നിട്ട് ലാസ്റ്റ് 0 ആയി നിൽക്കും. ആ സമയം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വ്യക്തിയെ കാല് നല്ലവണ്ണം തുടയ്ക്കണം. കാലിൽ പൊടിയേ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഒരു തുണി അവിടെ വെക്കണം. കംപ്ലീറ്റ് കാല് തുടച്ചിട്ട് കാലിന്റെ ചില സ്ത്രീകളെ പ്രത്യേകിച്ച് കാൽ വിരലുകളിലൊക്കെ മുതിരിടുന്നതാണ്, അതൊക്കെ എടുത്ത് മാറ്റണം. മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണം. അതേപോലെ വാച്ച്, ഇപ്പോഴത്തെ വാച്ചുകളെല്ലാം തന്നെ ബാറ്ററി പോകുന്നതാണ്, എടുത്ത് മാറ്റണം. ഇലക്ട്രോണിക് സിസ്റ്റം ഒന്നും അടുത്ത് ഉണ്ടാകാൻ പാടില്ല. ഇതിന്റെ മുകളിൽ കയറ്റുന്ന ആളെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ സ്കാൻ ചെയ്യുന്ന ആളുടെ തീരുവ് ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അത് ഇതിലേക്ക് ഇഫക്റ്റ് വരാൻ തുടങ്ങും. അപ്പൊ ഞാൻ എൻ്റെ ഇലക്ട്രോണിക് വാച്ചും കെട്ടി അതുപോലെ മൊബൈൽ ഫോണിന്റെ പോക്കറ്റിൽ വെച്ചിട്ട് ഈ ഒരാളെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ അത് ബാധിച്ചേക്കാം റിസൾട്ടിലേക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവിടെ ആ പരിസരത്തിലുള്ള ആരും, അപ്പൊ എന്റെ ചില സമയം സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂവിൽ നിൽക്കും. അങ്ങനെ ക്യൂവിൽ നിൽക്കുന്ന നേരത്ത് നിന്ന് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം. അല്ലാതെ അവസാനം ഉണ്ടവൻ എന്റെ സ്ഥാനം വന്നാൽ സാർ ഞാൻ മൊബൈൽ വെച്ചോളൂ, അങ്ങനെയല്ല. ആദ്യം അടുത്തേ നിർത്താൻ പാടില്ല, കുറച്ച് ദൂരെ നിർത്തും. ഓരോരാളല്ലേ നോക്കാൻ പറ്റത്തുള്ളൂ, പിന്നെ ഇവിടെ ക്യൂ കണ്ടുള്ള കാര്യം. അപ്പോൾ അവരെ കയ്യിൽ ഒന്നും തന്നെ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഉണ്ടാൻ പാടില്ല. പിന്നെ ഇവരെ നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹീലിന്റെ ഭാഗം, ദിസ് ഹീൽ പാർട്ട് ഇതുണ്ട്, ഇവിടെ താഴത്തത് ഹീല് കറക്റ്റ് ഇവിടെ വരണം. ഓക്കെ. ഇതിന്റെ താഴോട്ട് വരാൻ പാടില്ല, വെളിയിലോട്ട് വരാൻ പാടില്ല. ഹീല് കറക്റ്റ് ആയിട്ട് വെക്കണം. പക്ഷെ മുൻഭാഗത്ത് ചില ആൾക്കാരുടെ കാൽപാദം വളരെ വലുതായിരിക്കും, ചെറുതായിരിക്കും. അതുകൊണ്ട് ചില ആള് ഇവിടം വരെ ഉണ്ടാവും കാൽപാദം, നഖങ്ങളും വിരലുകൾ പിടിയാത്തുക. ചില ആളെ ഇതിന്റെ അപ്പുറത്തേക്ക് പോകും, അത് പ്രശ്നമല്ല. പക്ഷെ ഹീലിന്റെ ഭാഗം പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ. ഹീലിന്റെ ഭാഗം പെർഫെക്റ്റ് ആയിരിക്കും. ചില ആൾക്കാർ ഹീൽ ഇവിടെ വെക്കും, ചില ആൾക്കാർ ഇവിടെ തുമ്പത്ത് വെക്കും. അതല്ല, ഈ എൻഡിൽ വെക്കണം, താഴത്തെ എൻഡിൽ വെക്കണം. രണ്ടാളെ നിർത്തിയിട്ട് ആ വ്യക്തി ആരാണോ സ്കാനിങ്ങിന് വേണ്ടി സ്കാനറിന്റെ മുകളിൽ നിന്നിരിക്കുന്നത്, ആ വ്യക്തി പിന്നെ താഴോട്ടും ഇടത്തോട്ടും വലത്തോട്ടും നോക്കാൻ പാടില്ല, സ്ട്രെയിറ്റ് നോക്കണം. സ്ട്രെയിറ്റ്. കാരണം ഇതിൽ കൂടെ ഇതിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ഒരു ഇലക്ട്രോണിക് ഒരു ഇമ്പൾസിന്റെ മുകളിൽ പിടിക്കും. അത് പോകുമ്പോൾ കംപ്ലീറ്റ് ശരീരത്തിലേക്ക് പോയിട്ട് മൊത്തം ബ്രെയിനിന്റെ സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരണം. നിങ്ങൾ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന റീഡിങ് തെറ്റിപ്പോകും, കാരണം ഹൈറ്റ് ആയിട്ട് ഇത് മാച്ച് ആവില്ല. ഓക്കെ. അപ്പൊ കറക്റ്റ് ഹൈറ്റ് എന്താണോ കിട്ടണമെങ്കിൽ നിങ്ങൾ നേരെ എടുക്കണ്ടേ. അതുകൊണ്ടല്ലേ നമ്മൾ ചുമരിനോട് ചേർത്ത് നിർത്തി നിങ്ങൾ ഹൈറ്റ് എടുത്തത്. അപ്പൊ ചില ആൾക്കാർക്ക് ഒരു ഇതുണ്ട്, ഇതിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നോക്കണം. അപ്പൊ അവരിങ്ങനെ സാധാരണ വെയിറ്റ് നോക്കുന്ന ആൾക്കാർ ഇങ്ങനെ നോക്കും. പക്ഷെ ഇവിടെ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, നോക്കാൻ സമ്മതിക്കുകയും ചെയ്യരുത്. സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ പറയണം, ഇല്ലെങ്കിൽ ഇതെല്ലാം തെറ്റും. ഓക്കെ. ഇതാണ് ഇതിന്റെ ഒരു തുടക്കം, പ്രാരംഭമായിട്ട് ചെയ്യേണ്ട കാര്യം. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ 4 ബാറ്ററിയാണ്, സെല്ലിടാൻ. ആ സെല്ല് സ്കാനിങ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇടുക, എല്ലാ സമയത്ത് അയച്ചു വെക്കണം. ഇല്ലെങ്കിൽ ലീക്ക് ആയി കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നത്തിലേക്ക്. ഓക്കെ. സോ ദിസ് ഈസ് ഹൗ വി നീഡ് ടു സ്റ്റാർട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ നിങ്ങളുടെ മസിൽസ് എന്താന്ന് പറഞ്ഞു തരും, മസിൽ മാസ് എന്താന്ന് പറഞ്ഞു തരും. പിന്നെ നിങ്ങളുടെ ശരീരത്തിലെ എല്ല് എത്രയുണ്ടെന്ന് പറഞ്ഞു തരും. നിങ്ങളുടെ ശരീരത്തിലെ വിസറൽ ഫാറ്റ് എത്രയെന്ന് പറഞ്ഞു തരും. നിങ്ങളുടെ ശരീരത്തിലെ മെറ്റബോളിക് എത്രയാണെന്ന് പറഞ്ഞു തരും. അതേപോലെ ശരീരത്തിലെ SMR, സ്കെൽറ്റൽ മസിൽ റേഷ്യോ എന്താണെന്ന് പറയും. നിങ്ങളുടെ സ്ഥലത്ത് BMR എത്രയാണെന്ന് പറഞ്ഞു. അങ്ങനെ ടോട്ടൽ ഒരു കാര്യങ്ങൾ പല സ്ഥലത്തും ഞാൻ കണ്ടെന്ന് വെച്ചാൽ
ഈ 9 വരാൻ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആൾക്കാർ നിന്ന് പുഷിച്ചു. എന്താ ചെയ്യേണ്ടത്? അതിന്റെ മുകളിൽ കയറി നിർത്തുക. ആദ്യത്തെ 2 റീഡിങ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഇറക്കിയിട്ട് എയറോ ആണ് ഇതിൽ നേരത്തെ കാണിച്ചു, ഇതിനകത്ത് അപ്പ് ആൻഡ് ഡൗൺ ഏതെങ്കിലും ഒരു എയറോ അങ്ങ് പ്രസ് ചെയ്താൽ മതി. കറക്റ്റ് ആയിട്ട് അവിടെ നിന്നോളൂ. പിന്നെ ഓരോ പ്രാവശ്യം എയറോ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ അടുത്ത റീഡിങ്, അടുത്ത റീഡിങ്, അടുത്ത റീഡിങ് ഇതിനെ സ്വസ്ഥമായിട്ട് അവിടെ എഴുതി വെക്കാൻ. ചില ആൾക്കാർ ഇതിന്റെ കൂടെ നിർത്തിയിട്ട് വരുന്നതനുസരിച്ചിട്ട് എഴുതും. അപ്പോഴേക്കും എന്താ അങ്ങോട്ട്. അതുകൊണ്ട് ഇതിനുള്ള കയറി നിർത്തി 2ഓ 3ഓ റീഡിങ് വരുമ്പോഴേക്കും അദ്ദേഹത്തോട് നിങ്ങൾ ആദ്യം ബട്ടൺ ഞെക്കുക, എയറോ ഞെക്കി വരെ ഇറങ്ങിക്കോളൂ. എന്നിട്ട് അതെടുത്ത് വെച്ചിട്ട് ആ എയറോ ഓരോന്നോരോ നിൽക്കുമ്പോഴേക്കും ഓരോ റീഡിങ് വന്നുകൊണ്ടേയിരിക്കും. അത് കൂളായിട്ട് ശ്രദ്ധയോടെ അവിടെ ഇരുന്ന് എഴുതാൻ പറ്റും. റൈറ്റ്. പിന്നെ അടുത്ത ആളെ കേട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ആ ഗസ്റ്റ് എന്ന് പറഞ്ഞ സാധനത്തെ ഒന്ന് പ്രസ് ചെയ്യുക. എഗെയിൻ എല്ലാം 0 ആവും. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പോൾ ഈ 9 റീഡിങ്സ് കിട്ടും. 9 റീഡിങ്സിന്റെ അത് നമുക്ക് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ മനസ്സിലാവണം, ഇല്ലെങ്കിൽ എന്താ. പക്ഷെ ഇതിൽ 9ലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന്, ഓഫ് കോഴ്സ് മസിൽസ് പറയണം. ഒന്ന് നമ്മളുടെ ഫാറ്റ് പറയണം. പിന്നെ SMR പറയണം, സ്കെലറ്റൽ മസിൽ റേഷ്യോ പറയണം. വിസറൽ ഫാറ്റ് പറയണം. ഓക്കെ. പിന്നെ വെള്ളത്തിന്റെ അളവ് പറഞ്ഞു കൊടുക്കണം. ഇത് എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നിങ്ങൾ ഈ 9 പാരാമീറ്റർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ വ്യക്തിയുടെ കയ്യിൽ നിങ്ങൾ റീഡിങ് കൊടുത്താൽ പോലും അദ്ദേഹത്തിന് ഒരു കാര്യം മാത്രമേ ഓർമ്മ ഉണ്ടാവും, അദ്ദേഹത്തിന്റെ വെയിറ്റ്. എന്നിട്ട് അദ്ദേഹം ഈ പ്രാവശ്യം കയറി നിൽക്കുമ്പോൾ പറയും, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 65 ആയിരുന്നു, ഈ പ്രാവശ്യം 66 ആയി. എവിടെയാ വെയിറ്റ് കുറഞ്ഞത്? ഇങ്ങനെ ആൾക്കാർ പറയും. ഇത് വെയിറ്റ് കുറയ്ക്കാനുള്ള സാധനമല്ലല്ലോ. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിൽ നിങ്ങളുടെ ശരീരത്തിലെ അനാരോഗ്യപരമായിട്ടുള്ള വെയിറ്റ് കുറയ്ക്കുകയും ആരോഗ്യമായിട്ട് വെയിറ്റ് കൂട്ടുക ചെയ്യുന്നത്. ഇവിടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നായിട്ടാണ് കേൾക്കുക. അനാരോഗ്യപരമായിട്ടുള്ള വെയിറ്റ് ഉണ്ട്, ആരോഗ്യപരമായിട്ടുള്ള വെയിറ്റ് ഉണ്ട്. നമുക്ക് വേണ്ടത് ആരോഗ്യപരമായിട്ടുള്ള വെയിറ്റ്. അതിനെന്താ ചെയ്യേണ്ടത്? മസിൽസ് കൂട്ടുകയും ഫാറ്റ് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മളുടെ അടുത്ത് 1 മാസം മുന്നേ വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഫാറ്റ് കൂടുതലും മസിൽസ് കുറവായിരുന്നു. നമ്മൾ സപ്ലിമെന്റ്സ് കഴിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഫാറ്റ് കുറഞ്ഞു, മസിൽസ് കൂടി. അപ്പോൾ നാച്ചുറലി ശരീരത്തിലെ ബോണിന്റെ അളവ് കൂടും. നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിന് കുടിച്ചിട്ട് വെള്ളത്തിന്റെ അളവ് കൂടും. അപ്പോൾ നാച്ചുറലി എന്തുണ്ടാവും? വെയിറ്റ് കൂടും. പക്ഷെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അനാരോഗ്യപരമായിട്ടുള്ള വെയിറ്റ് കുറച്ചുകൊണ്ട് നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള വെയിറ്റ് കൂട്ടുക ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കൃത്യമായിട്ടുള്ള ചിത്രം പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ അവര് വന്നിട്ട് പറയും, എന്താ സാറ് കഴിഞ്ഞ പ്രാവശ്യം വെയിറ്റേ കുറഞ്ഞിട്ടില്ലല്ലോ. വെയിറ്റ് കുറക്കരുത്, വെയിറ്റ് അവിടെ നിന്നോട്ടെ. ആരോഗ്യപരമായിട്ടുള്ള വെയിറ്റിലേക്ക് കൊണ്ടുവരണം. അനാരോഗ്യപരമായിട്ടുള്ള വെയിറ്റ് ആണെങ്കിൽ, വെയിറ്റ് തീരെ കുറവാണെങ്കിൽ അതിന് കൂട്ടണം. അതിനുള്ള എല്ലാ ഇന്റർപ്രിട്ടേഷനും ഇതിൽ കിട്ടും. അപ്പോ മസിൽ പെർസെന്റേജും ഫാറ്റ് പെർസെന്റേജിന് ആദ്യം വേണ്ടത്. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ ഒരു വ്യക്തി വന്നിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് വിചാരിക്കുക. ഓക്കെ, ദ പേഴ്സൺ ഇസ് കം ആൻഡ് സീ ലുക്ക് അറ്റ് ദിസ്. കണ്ടാൽ തന്നെ അറിയാം നല്ല ഫാറ്റി ശരീരമാണ്. അപ്പൊ ഈ ഒരു ഫാറ്റി ശരീരത്തിൽ നമുക്ക് ഇദ്ദേഹത്തിന്റെ ഫാറ്റ് ഇപ്പം അളന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു 48 വന്ന് വിചാരിക്കാം. 50 മാക്സിമം കാണിക്കുക, 50%. അതിനേക്കാൾ കൂടുതലുള്ളവർക്ക് 50% തന്നെ കാണിക്കുക. കാരണം അതിന്റെ അപ്പുറം മിഷൻ തന്നെ ഒരു 50% കൊഴുപ്പാണെങ്കിൽ ശരീരത്തിൽ മാത്രം അനാരോഗ്യമെന്ന് മനസ്സിലാക്കി. അപ്പൊ ആ വ്യക്തി വെയിറ്റിനെ പറ്റി സംസാരിക്കാൻ അർഹതപ്പെട്ടവനെ അല്ല എന്നുള്ളതാണ് അർത്ഥം. എന്ത് വെയിറ്റിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങളുടെ ശരീരം മൊത്തം അനാരോഗ്യമായി കിടക്കുമ്പോൾ വാട്ട് ഈസ് ദ പോയിന്റ് ഇൻ ടോക്കിംഗ് അബൌട്ട് വെയിറ്റ്? അപ്പോ 50% മസിൽ ഫുൾ ആളോട് പറയണം, സുഹൃത്തെ, സാമാന്യ തരത്തിൽ ആരോഗ്യമുള്ള ഒരു പുരുഷനാണെങ്കിൽ അത് 20 ആയിരിക്കണം, ഒരു സ്ത്രീ ആണെങ്കിൽ 26 ആയിരിക്കണം. ഇനി എല്ലാം പോട്ടെ, രണ്ടുപേർക്കും അറ്റ്ലീസ്റ്റ് 30ന്റെ താഴെയായിരിക്കണം. പക്ഷെ ഇവിടെ എന്താ സിറ്റുവേഷൻ? എല്ലാം 30 അബവ് ആയിരിക്കും. എവറിഥിങ് ഈസ് 30 ഫാറ്റ്. അത് സ്ത്രീ ആയാലും ശരി, പുരുഷനായാലും ശരി. അപ്പോൾ സ്ത്രീകൾക്ക് 26, പുരുഷന്മാർക്ക് 20. പോട്ടെ, രണ്ടുപേരും കൂടിയിട്ട് ഒരു 30യുടെ 28ലേക്ക് കൊണ്ടുവന്നാൽ ഗുഡ്. അതുപോലെ മസിൽസ് എത്രയാണ് വേണ്ടത്? മസിൽസ് പുരുഷന്മാർക്ക് വേണ്ടത് ഏകദേശം 46 വേണം, സ്ത്രീകൾക്ക് അതേപോലെ 36 വേണം. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എല്ലാം അതിനേക്കാൾ കുറവ്, 20, 25 ഇതൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഫാറ്റിന്റെ അളവ് എത്രയായിരുന്നു വേണ്ടത്? അത്ര മസിൽസ് ആകുകയും മസിൽസിന്റെ അളവ് എത്രയായിരുന്നു വേണ്ടത്? അത്ര ഫാറ്റ് ആകുകയും ചെയ്യുമ്പോൾ ആ ഒരു റേഷ്യോ തന്നെ, ശരീരത്തിന്റെ ഘടന തന്നെ മാറിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യക്തി ഏത് സമയത്തും ഏത് തരത്തിലുള്ള മാരക രോഗങ്ങൾക്കും വിധേയനായി മാറി എന്നുള്ളതാണ്. ഏത് സമയത്തും രോഗങ്ങൾ വന്നുവിടാം. ഞാൻ പലവട്ടം പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. രോഗങ്ങൾ ശരീരത്തിന്റെ അകത്ത് ഉണ്ട്, ഉറങ്ങിക്കിടക്കുക എന്ന് മാത്രം. അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കരുത്, ഉറക്കിക്കൊണ്ട് തന്നെ വെളിയിലോട്ട് കളയണം.
അതിനുള്ള സിസ്റ്റങ്ങളായിരിക്കും. റൈറ്റ്. ബോഡി സ്കാനർ വിൽ റിവീൽ ദാറ്റ് ദേ ആർ നോട്ട് ഫിറ്റ് ബട്ട് ഒബീസ്. ഈ കണ്ണാടിയിൽ കാണുന്ന ചിത്രം പോലെയാണ് ആൾക്കാർ വിചാരിക്കുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബോഡി സ്കാൻ ചെയ്താൽ യാഥാർത്ഥം കാണിച്ചു തരും. അതാണ് വെളിയിലുള്ളത്. നമ്മുടെ ശരീരം നിറച്ച് ഫാറ്റാണ്, നമ്മൾ ഫിറ്റ് അല്ല, നമ്മൾ ഒബീസാണ്, പൊണ്ണത്തടിയുള്ള ആളാണ്. നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അനാരോഗ്യപരമായിട്ടും ആവശ്യമില്ലാത്ത കൊഴുപ്പുകളും അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കാണാൻ അതുകൊണ്ടില്ല ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള കോലങ്ങളും രൂപങ്ങളും ഉണ്ടാകുക. എന്നാലും പറയും എനിക്ക് ഒരു പ്രശ്നമില്ല. ഓക്കെ. പിന്നെ വല്ലാതെ മെലിഞ്ഞ ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് മസിൽസേ ഇല്ല. വല്ലാതെ തടിച്ച ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഫാറ്റേ ഉള്ളൂ. റൈറ്റ്. മസിൽസ് ഇല്ല. മെലിഞ്ഞ ആളാണെങ്കിൽ ഫാറ്റും ഇല്ല, മസിൽസും ഇല്ല. ഇങ്ങനത്തെ പലതരത്തിലുള്ള പ്രോബ്ലം ഉണ്ട്. ഓക്കെ. അതുകൊണ്ട് നോർമൽ മസിൽ പെർസെൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത്രയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. നോർമൽ ഫാറ്റ് പെർസെൻറ്റേജ് ഇത്രയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതാദ്യം പറഞ്ഞു കൊടുക്കണം. എന്നതിന് ശേഷം റീഡിങ്സുമായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും ശരിക്ക് കൗൺസിൽ ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം നമ്മൾ പലവട്ടം പഠിച്ചാൽ നമുക്കറിയാം, 35 വയസ്സ് കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് 1% മസിൽസ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. 1% മസിൽസ് നഷ്ടപ്പെടുമ്പോൾ പ്രോട്ടീനും നമ്മളെ PVMF-ഉം എക്സസൈസും കഴിച്ചത് കൊണ്ട് ആ മസിൽസിനെ നിലനിർത്തുകയും ഒഴിഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ ആരോഗ്യം ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ മസിൽസ് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ തന്നെ കൊഴുപ്പ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു ഭാഗത്തുനിന്ന് മസിൽസ് പോകും, മറുവശത്തുനിന്ന് കൊഴുപ്പ് കയറും. അങ്ങനെയാണ് എല്ലാവരുടെയും ശരീരഘടന. അതൊന്ന് മാറ്റിയെടുത്താൽ മാത്രമേ ആരോഗ്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ പറയുക മാത്രമേ ചെയ്യും. നമുക്കറിയാം ഇങ്ങനെ ചെയ്യാനുള്ള എല്ലാവിധ സപ്ലിമെന്റും നമ്മളുടെ കയ്യിലുണ്ട്. അപ്പൊ ശരിക്കൊരു കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. സോ ലെറ്റ്സ് അഗൈൻ അണ്ടർസ്റ്റാൻഡ് ദ റൈറ്റ് വേ ടു യൂസ് ബോഡി സ്കാനർ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട്. എന്നാലും ഒന്ന് ചിത്രത്തിൽ അതായത് ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ബാക്ക് സൈഡിൽ കാണാം, നിങ്ങൾ കണ്ടു ഇവിടെ കണ്ടോ, ഇതിങ്ങനെ ഓപ്പൺ ആയിരിക്കും. അതിന്റെ ആ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ 4 സെൽസ് അതിലിടാൻ പറ്റും. ഓക്കെ. അത് പ്രാക്ടിക്കലായിട്ട് ഇവിടെ ഗംഗാരട്ടൻ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടോ ഈ 4 സെൽസ്. അപ്പോൾ സ്കാനിങ് ചെയ്യാൻ പോകുന്ന സമയത്ത് മാത്രമേ ഈ സെൽ ഇടാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ സ്കാനിങ് കഴിഞ്ഞാൽ ഉടനെ സെൽ അഴിച്ചു മാറ്റണം. ആ സെൽ അഴിച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ ഇത് ലീക്കോ മറ്റോ എന്തോ ആയാൽ, അല്ല ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇത് ഡെയിലി യൂസ് ചെയ്യാതെ എവിടേക്കോ ഷോ കേസിലോ അല്ലെങ്കിൽ അൽമാരയിലോ എല്ലാതാണെങ്കിൽ, കട്ടിലിന്റെ ചോട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെ അവസാനം എന്നെ വിളിച്ചു പറയും, സാറേ അതിന്റെ സെല്ല് വെക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അത് എന്തോ തകരാറുണ്ട് സർ, അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അത് നമ്മൾ ചെയ്തു വെച്ചുകൊണ്ട് അങ്ങനെ ആയതാണ് ആക്ച്വലി. പക്ഷെ അതൊന്നും പറയില്ല. പക്ഷെ എന്നാലും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പിന്നെ ഇതത് പോയി ഇതിന്റെ സർവീസിങ് സെന്ററിൽ വിളിച്ച് പിടിച്ച് അതിനൊക്കെ വലിയ സമയമാവും. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞ സർവീസിംഗ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലല്ലോ. യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന സംഭവം. അപ്പൊ യൂസ് ചെയ്യുന്ന കാലഘട്ടം മുഴുവനും ആത്മാർത്ഥയോടെ യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് ഉണ്ടാവുക. ഓക്കെ. അപ്പൊ ഇതിന്റെ ഈ സൈഡിൽ തന്നെ നമുക്ക് സെല്ലും വെക്കാം കേട്ടോ. യൂസ് ചെയ്യാത്ത ഇത് എടുത്തിട്ട് ഇവിടെ തന്നെ വെച്ചിട്ട് അങ്ങ് ക്ലോസ് ചെയ്യാം. പക്ഷെ അത് ചെയ്യുന്ന പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ 4 AA സൈസ് ബാറ്ററീസ് ആണ്. റീചാർജബിൾ ബാറ്ററീസ് മേടിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്. കാരണം സെല്ലിന്റെ ചാർജ് തീരുമ്പോൾ അത് വീണ്ടും ചാർജ് ചെയ്ത് അങ്ങ് ഫിറ്റ് ചെയ്യാം. ചാർജബിൾ ബാറ്ററീസ് കിട്ടാനുണ്ടെന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ഓക്കെ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങൾക്ക്. അപ്പൊ ഇതാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ കയറുമ്പോൾ അതിന്റെ ബട്ടൺ ഞെക്കിയിട്ട് അദ്ദേഹത്തിനെ കയറ്റി അദ്ദേഹത്തിന്റെ ഹൈറ്റ്, അതേപോലെ അദ്ദേഹത്തിന്റെ പ്രായം, അദ്ദേഹത്തിന്റെ സെക്സ് എന്താണോ എല്ലാം അവിടെ എഴുതുക. എന്നിട്ട് അതിനുശേഷം അദ്ദേഹത്തെ കറക്റ്റായിട്ട് ഈ ഫുഡ് പാനലിന്റെ അവിടെ കറക്റ്റായിട്ട് നിർത്തുക. എന്നിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ സോ കോൾഡ് റീഡിങ്സ് എടുക്കുക. ഇങ്ങനെ റീഡിങ്സ് വന്നുകൊണ്ടിരിക്കും. കണ്ടോ, അങ്ങനെ റീഡിങ് വരിക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കുറെ നേരം നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നിർത്തി 2 റീഡിങ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ ഒരു ഇതുണ്ടോ, ഇത് ഈ ബട്ടണാണല്ലോ ഇവിടെ ഉള്ള ഏറ്റവും മുകളിൽ, ആ ബട്ടൺ ഞെക്കിയാൽ മതി. എന്നിട്ട് അദ്ദേഹത്തോട് ഇറങ്ങാൻ പറയാം. എന്നിട്ട് പിന്നെ ഓരോ തവണയും ഈ ബട്ടൺ ഞെക്കുമ്പോൾ ഓരോ റീഡിങ് തന്നെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ആ ഡാറ്റ ഷീറ്റിൽ നോക്കി ഫില്ല് ചെയ്യാം. ഇല്ലെങ്കിൽ പറയും 32 45 അയ്യോ ആദ്യത്തെ എല്ലാം കാവലാകില്ലേ, എല്ലാം തീർന്നു. അതുകൊണ്ട് ആദ്യം 35 എന്തായിരുന്നു, 45 എന്തായിരുന്നു, അത് മസിൽസ് ആയിരുന്നു, അത് ഫാറ്റ് ആയിരുന്നു. സാറേ 55 ഏതായിരുന്നു പറഞ്ഞത്? 55 എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ഒന്നും അറിയില്ല. അപ്പൊ വീണ്ടും എന്താവും? സാറേ ഒന്നും കൂടി ഒന്ന് കയറി മഹാ ബോറിംഗ് അത് പറയും. അപ്പൊ ആ വ്യക്തി മനസ്സിലാക്കും ഇദ്ദേഹം വളരെ ഇതിൽ പ്രാവീണ്യം നേടിയൊരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഗംഗാരട്ടൻ കാണുന്ന പോലെ നമ്മുടെ അടുത്ത് വട്ടിക്കോൾ ഈ ബോഡി സ്കാൻ ചെയ്യേണ്ട ഒരു പുസ്തകം നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. റൈറ്റ്. അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡാറ്റ ഷീറ്റ് ഉണ്ടാക്കി വെക്കാം.
ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ട് കുറെ ഫോട്ടോ കോപ്പി എടുത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ നൽകിക്കൊണ്ടിരുന്ന സംഭവങ്ങളാണ്. പക്ഷേ ഇത് എനിക്ക് അറിയേണ്ടത് ഇപ്പോഴും എത്ര ആളുടെ കയ്യിലുണ്ട്, എത്ര ആൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്ന ആൾക്കാർ എത്ര ആത്മാർത്ഥമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, എത്ര ആത്മാർത്ഥമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, എത്ര ആത്മാർത്ഥമായിട്ട് കൗൺസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഫാക്ടറാണ് കേട്ടോ, ഇല്ലാതെ അല്ല. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇനിയിപ്പം അത് കഴിഞ്ഞതിന് ശേഷം ബോഡി സ്കാനർ ഡിസ്പ്ലേ എല്ലാം ചെയ്ത് കഴിഞ്ഞു. സോ നത്തിങ് മോർ ടു സേ അബൌട്ട് ഇറ്റ്, റൈറ്റ്? ഓക്കെ, ഇനി പറയാനുള്ളത് ഫാറ്റിനെ പറ്റി ഞാൻ പറഞ്ഞു, മസിൽസിനെ പറ്റി പറഞ്ഞു. ഇനി വെള്ളം വേണ്ടത്. ഓക്കെ, വെള്ളം മിനിമം 55% വേണം. വാട്ടർ കണ്ടന്റ് ഷുഡ് ബി 55%. നമ്മുടെ ശരീരം നമ്മൾ പഠിപ്പിക്കുന്നിടത്ത് 75% വെള്ളം കൊണ്ടാന്ന് പറയും. പക്ഷേ ബേസിക്കലി 65% വെള്ളം ഉണ്ടാവും, 62 to 65%. പക്ഷെ ഏതൊരു സമയത്തും നമ്മുടെ ശരീരത്തിൽ 55% വെള്ളം ഉണ്ടാവും. അപ്പൊ ഇഫ് ദ വാട്ടർ ലെവൽ ഈസ് ബിലോ 55, കാരണങ്ങൾ രണ്ടായിരിക്കും. ഒന്ന് അമിതമായിട്ടുള്ള കൊഴുപ്പുള്ള വ്യക്തിയായിരിക്കും, ഇല്ലെങ്കിൽ വെള്ളം കുടിക്കാത്ത ആളായിരിക്കും. ഇനി അമിതമായിട്ട് കൊഴുപ്പുള്ള ആൾ പറയുന്നത് നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട്, ഇതിൽ കാണുന്നില്ലല്ലോ. ഇതിൽ കാണാത്തതിന്റെ കാരണം നിങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലാണ്. അതാണ് കൊഴുപ്പ് നിങ്ങൾ ഇവിടെ നേരത്തെ കാണിച്ചത് 38.4 ഇവിടെ കാണിക്കുന്നുണ്ട്. ബോഡിയിൽ ഫാറ്റ് 38.4. ഈ വ്യക്തിയുടെ ശരീരത്തിൽ വെള്ളം നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി വെരി ലെസ്. കാരണം കൊഴുപ്പ് ഫുൾ വെള്ളം വലിച്ചെടുക്കും. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, ടെൽ ഹിം, കൗൺസിലിംഗ് പ്രോപ്പർലി. വെള്ളം മനസ്സിലാക്കും. പിന്നെ എല്ല് ഒരു 21-22 വയസ്സ് കഴിഞ്ഞാൽ, കാരണം എന്തുകൊണ്ടാണ് 21-22 എന്ന് പറഞ്ഞാൽ ആ സമയം വരെ നമ്മുടെ ശരീരത്തിൽ എല്ലിന്റെ ഉൽപാദനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൊഡക്ഷൻ ഓഫ് ബോൺ ഹാപ്പൻസ് 21-22 വയസ്സ് കഴിഞ്ഞാലാണ് എല്ലിന്റെ ആ ഒരു ഉൽപാദനം നിന്ന് പോകുക. അപ്പൊ എന്ത് ചെയ്യണം? ഈ കാലഘട്ടത്തിൽ മാക്സിമം എല്ല് ഉണ്ടാക്കി വെക്കണം, ഇല്ലെങ്കിൽ ഉള്ള എല്ലിനെ പോവാതെ നോക്കണം. പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ വേണ്ടത്? നമ്മൾ ബോൺ ഡെൻസിറ്റി നോക്കണം. ബോൺ ഡെൻസിറ്റി 3 ആയിരിക്കണം എന്നാ പറയാം. മിനിമം ഈസ് 3. ആ 3 kg ആയിരിക്കണം അഡൽട്ട് ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടത്. 3ന്റെ താഴെയാണെങ്കിൽ നമ്മൾ അതിനുള്ള പോഷകങ്ങൾ കൊടുത്തിട്ട് ആ വ്യക്തിയെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോഴേക്ക് 3 അല്ല 2.9 ആണ്. അപ്പോൾ കുഴപ്പമില്ല, 0.1ന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയും. വളരെയധികം ശ്രദ്ധയായിരിക്കും. ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. എന്താണോ പോയത്, എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു 5 മാസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അത് 2.9, 2.7 ആയിട്ടുണ്ടാവും. അപ്പോൾ കുറയാതെ നോക്കണം. അതിനുള്ള സപ്ലിമെന്റ്സ് നമ്മൾ എടുത്തെന്താ ഉള്ളത്? PVMFO പ്ലസ് ന്യൂട്രിചാർജ് BJ. ഇനി കൊഴുപ്പുള്ള ആളാണെങ്കിൽ PVMF പ്ലസ് ന്യൂട്രിചാർജ് SNF. ഇനി വളരെയധികം മസിൽസും ഇല്ല, മസിൽസ് ഇല്ലെങ്കിൽ എല്ലാം ഉണ്ടാണില്ല. അപ്പൊ നമുക്ക് എന്താ ഉള്ളത്? ന്യൂട്രിചാർജ് PVMFO പ്ലസ് ന്യൂട്രിചാർജ് ഗെയിനർ. വാട്ട് എ കോമ്പിനേഷൻ ഓഫ് പ്രൊഡക്ട്സ് വി ഹാവ് ഗോട്ട് ടു മേക്ക് ദിസ് പേഴ്സൺ പെർഫെക്റ്റ്ലി ഫിറ്റ്. ഓക്കെ, അപ്പോൾ അതൊന്നും ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോ വെൽനസ് ഡയറി, ഇപ്പൊ നേരത്തെ കാണിച്ച വെൽനസ് ഡയറി, അത് എന്റെ കയ്യിലില്ല. ഓക്കെ, കയ്യിലില്ലേ കുഴപ്പമില്ല. ആരുടെ കയ്യിലാണോ ഉള്ളത് അവരുടേക്ക് അതിൽ നിന്നൊരു ഷീറ്റ് എടുക്കുക, അതിന്റെ ഫോട്ടോ കോപ്പി ചെയ്യുക, എടുത്ത് കയ്യിൽ വെക്കുക. ഇല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ സ്വമേധയാ ഒന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഡേറ്റാ ഷീറ്റ്. അതിന്റെ കോപ്പി ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ബുക്കുകൾ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, കാരണം സാധാരണ ഒരു പേപ്പറിന്റെ കഷ്ണത്തിൽ എഴുതി കൊടുക്കുന്നത് അതൊരു സ്റ്റാൻഡേർഡ് അല്ല എന്ന് തോന്നുന്നു. നമ്മൾ ഇത് ചെയ്യുമ്പോഴും അത് വളരെ സീരിയസ് ആയിട്ട് ചെയ്യണം. അതുകൊണ്ട് ഇങ്ങനത്തെ ഡാറ്റ ഷീറ്റ് പെർഫെക്റ്റ് ആക്കിയിട്ട് വെക്കുക. അതിൽ കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ആ വ്യക്തിയുടെ പേരുണ്ട്, ആ വ്യക്തിയുടെ പ്രായമുണ്ട്, വ്യക്തിയുടെ ഹൈറ്റ് ഉണ്ട്, വ്യക്തിയുടെ മൊബൈൽ ഫോൺ നമ്പർ ഉണ്ട്, ഇമെയിൽ ID ഉണ്ട്. അതുകൊണ്ട് ഓരോ തവണയും നിങ്ങൾക്ക് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ മസിൽ മാസ് എല്ലാം കഴിഞ്ഞു. ഇതെല്ലാം റീഡിങ് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, റീഡിങ്. ഓക്കെ, ഇവിടെ ഇപ്പൊ നോക്കിയ ബോൺ 2.7 kg കാണിക്കുന്നത്. ദാറ്റ് മീൻസ് 3ന്റെ താഴോട്ട് പോയി. സോ ഹി ഷുഡ് സ്റ്റാർട്ട് ടേക്കിംഗ് PVMFO പ്ലസ് ന്യൂട്രിചാർജ് BJ. അത് മറുവശത്തേക്ക് നിങ്ങൾക്ക് കാണാം. വെള്ളം 50.2. അപ്പൊ ആദ്യം നമ്മൾ കാരണം കണ്ടെത്തണം, എന്തുകൊണ്ടാണ് വെള്ളം കുറഞ്ഞത്. വെള്ളം കുടിക്കാത്ത വ്യക്തിയാണ്, അധികം കൊഴുപ്പില്ല, പക്ഷെ വാട്ടർ കണ്ടന്റ് കുറവാണ്. അതിൻ്റെ അർത്ഥം വെള്ളം കുടിക്കുന്നില്ല, വേണ്ടതുപോലെ കുടിക്കുന്നില്ല. വെള്ളം കുടിക്കാത്ത ആളില്ല, എല്ലാം വെള്ളം കുടിക്കുന്നുണ്ട്. പക്ഷേ മിനിമം 3 മുതൽ 4 ലിറ്റർ വെള്ളം കുടിക്കണം. ഓക്കെ, പിന്നെ ചില ആൾക്കാർക്ക് വെള്ളം നല്ലോണം കുടിക്കുന്ന ആളായിരിക്കും, പക്ഷെ പിന്നെ 50.2 കാണിക്കുന്നത്. അപ്പോൾ നല്ല കൊഴുപ്പുള്ള ആളായിരിക്കും. അപ്പോൾ കൊഴുപ്പ് വെള്ളം വലിക്കുന്നുണ്ട്. അപ്പോൾ കൊഴുപ്പ് കുറയ്ക്കണം. അപ്പോൾ അദ്ദേഹത്തിന് റീഡിങ് കാണിച്ചു കൊടുക്കുക. സാർ കണ്ടോ, കൊഴുപ്പ് കണ്ടോ സാർ, 40-50% ആവുള്ളത്. അതുകൊണ്ടാണ് സാറിന്റെ കയ്യിൽ വെള്ളം കുടിക്കുന്ന കാണാത്തത്. അപ്പൊ അദ്ദേഹത്തിന് ബോധം വരും, അദ്ദേഹത്തിന് തെളിച്ചം വരും. ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയും, അദ്ദേഹം എന്തെങ്കിലും പറയും, ഒന്നും മനസ്സിലാവില്ല. കൃത്യമായിട്ട് അത് നമ്മൾ നാവിഗേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യക്തി വെരി വെരി ലീൻ, ഇദ്ദേഹം ബോഡി സ്കാനർ കൊണ്ട് ഇദ്ദേഹത്തിന് എന്ത് ബെനിഫിറ്റാണ് നമുക്ക് കൊടുക്കാൻ പറ്റിയത്? നമുക്ക് നോക്കാം.
നമ്മൾ പറഞ്ഞു കൊടുക്കണം ഫാറ്റ് പെർസെൻറ്റേജ് ഷുഡ് ബി 21, മസിൽ പെർസെൻറ്റ് ഷുഡ് ബി മോർ ദാൻ 33. വിത്ത് ദ ബോഡി സ്കാനർ നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം PVMO4 യു ഷുഡ് ടേക്ക്, ആൻഡ് ഇഫ് റിക്വയർഡ് യു നീഡ് ടു ടേക്ക് ന്യൂട്രിചാർജ് ഗെയിനർ. കാരണം ഇദ്ദേഹത്തിന് മസിൽസ് ഇല്ലെങ്കിൽ എല്ലാം ഉണ്ടാകില്ല. സോ PVMO4 ഇസ് എ ബേസിക് വൺ കേട്ടോ. PVMO4 മുടങ്ങരുത്. PVMO4 കഴിച്ചുകൊണ്ടേയിരിക്കണം. അതിന്റെ കൂടെയാണ് ശരീരഘടന മാറിയത് കൊണ്ട് കഴിക്കേണ്ടി വരുന്നത്. പെർഫെക്റ്റ്ലി ഫിറ്റ് മനുഷ്യനാണെങ്കിൽ പിന്നെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് PVMO4 മതി. അതൊന്ന് ശരിക്ക് കൗൺസിൽ ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഓടത്തില്ല. അടുത്തത് ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ് വിചാരിക്കുക, ഇവിടെ ഒന്നുമില്ല എന്നാൽ ഇവിടെ എന്തൊക്കെയുണ്ട്, ഇവിടെ ഉള്ള നല്ല അതിഭീകരമായിട്ടുള്ള കൊഴുപ്പാണുള്ളത്. സോ ഹൗ വി ക്യാൻ കൗൺസിൽ ദിസ് പേഴ്സൺ? എങ്ങനെ നമുക്ക് ഈ വ്യക്തിക്ക് സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് PVMO4 പ്ലസ് ന്യൂട്രിചാർജ് S&F. ഓക്കെ, പുരുഷന്മാർക്കാണെങ്കിൽ ന്യൂട്രിചാർജ് മാൻ കൊടുക്കണം, സ്ത്രീകൾക്കാണെങ്കിൽ ന്യൂട്രിചാർജ് വുമൺ കൊടുക്കണം PVMO4. ബാക്കിയൊക്കെ സെയിം ആയിട്ട് പോകും. പിന്നെ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ കൊളസ്ട്രോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് കൊടുക്കും. സ്ത്രീകൾക്ക് ഹിമോഗ്ലോബിൻ കുറവുണ്ടാവും, അതുകൊണ്ട് ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് കൊടുക്കും PVMO4. അതാണ് വേണ്ടത്. ഓക്കെ, ഇത് ഒരു പോയിന്റായി. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഒരു ലേഡി സിവിയർ ഫാറ്റിയൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ PVMO4 പ്ലസ് ന്യൂട്രിചാർജ് S&F, പക്ഷെ ഇവിടെ ന്യൂട്രിചാർജ് വുമൺ കൊടുക്കും, മാൻ്റെ ഹെൽത്ത്. ഓക്കെ, റൈറ്റ്. അടുത്തതാ വളരെ മെലിഞ്ഞൊരു ലേഡിയാണ്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൊടുക്കും, സെയിം ന്യൂട്രിചാർജ് PVMO4 പ്ലസ് ന്യൂട്രിചാർജ് ഗെയിനർ പ്ലസ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ന്യൂട്രിചാർജ് വുമൺ കൊടുക്കും, മാൻ കൊടുക്കില്ല. ഓക്കെ, സോ PVMO4 അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ല. ഇനിയിപ്പോ കുട്ടികളെ ബോഡി സ്കാൻ ചെയ്യുമ്പോൾ ലെറ്റ്സ് ലേൺ ദാറ്റ് ഹൗ ബോഡി സ്കാനർ ക്യാൻ ബെനിഫിറ്റ് ചിൽഡ്രൻ. അവർക്ക് ബോഡി സ്കാനറിൽ ചില 18 വയസ്സിന്റെ താഴെ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യമായിട്ടൊന്നും അതിൽ കാണില്ല. അവരുടെ വെയിറ്റ് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, വെയിറ്റ് നോക്കുക. അപ്പൊ നമുക്ക് കണ്ടാൽ മനസ്സിലാവും മസിൽസ് ഇല്ല ശരീരത്തിൽ. മസിൽ ഇല്ലാത്തതുകൊണ്ട് എല്ലില്ല. പിന്നെ വിരലുകളൊക്കെ വളരെ മൃദുലമായിട്ടുള്ള വളരെ സോഫ്റ്റ്, ഇത് പ്രസ് ചെയ്താൽ പൊടിഞ്ഞു പോകുന്ന രൂപത്തിലായിരിക്കും. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് വേറെ ഒന്നുമില്ല, നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു പ്രൊഡക്റ്റാണ് ന്യൂട്രിചാർജ് കിഡ്സ് അങ്ങ് കൊടുക്കുക. 2 നേരം കഴിക്കാൻ പറയുക. പിന്നെ ഈ ബോഡി സ്കാൻ ചെയ്ത് കൊടുത്ത ആൾക്കാരോടെല്ലാം കഴിക്കേണ്ടതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പക്ഷേ കഴിക്കേണ്ടാത്തതും കൂടി പറയണം. ഇവിടെ പല ആൾക്കാരും പറയും, സാർ എത്ര കാലം പ്രൊഡക്റ്റ് കഴിച്ചു സാറേ, എനിക്ക് പിന്നെ അസുഖം വന്നല്ലോ. കാരണം എന്താ? നിങ്ങളെ ജീവിതശൈലിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ മാറ്റിയിട്ടില്ല. ഭക്ഷണശൈലിയിൽ ഏർപ്പെടുത്തിയ സാധനങ്ങളൊന്നും നിങ്ങൾ മാറ്റിയിട്ടില്ല. നിങ്ങൾ ആഡ് ഓൺ ആയിട്ട് ചില സുഹൃത്തുക്കളുടെ നിർബന്ധം കൊണ്ടോ അല്ലെങ്കിൽ ചില ആൾക്കാർ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ കഴിക്കാൻ തുടങ്ങിയെന്നല്ലാതെ മറുവശത്ത് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ബാഡ് സിറ്റുവേഷൻ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ വാട്ട് യു നീഡ് ടു ഡു, ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നതിന് മുമ്പേ ബോഡി സ്കാൻ ചെയ്ത് സ്കാനിങ് ചെയ്തിട്ട് കൗൺസിൽ ചെയ്യുന്ന സമയത്ത് പറയണം, ഈ വക സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, ഈ സമയത്ത് ഭക്ഷണം കഴിക്കണം, ഇത്ര കഴിക്കണം, ഇത്ര കുടിക്കണം, ഇതൊക്കെയാണ് കുടിക്കേണ്ടത്, ഇത് കുടിക്കാൻ പാടില്ല, എക്സസൈസ് ചെയ്യണം. ഇതെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കാണിച്ചു കൊടുക്കാനും അതിനെപ്പറ്റി കോൺസെൻട്രേറ്റ് കൊടുക്കാനും. സോ ബൈ ഡൂയിങ് ബോഡി സ്കാൻസ് ഓഫ് എ നമ്പർ ഓഫ് പീപ്പിൾ, വാട്ട് യു വിൽ ഡു, യു വിൽ ബി ഏബിൾ ടു സെൽ ബെറ്റർ and you will be able to give better results. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കൂടുതൽ മെച്ചത്തോടെ കൊടുക്കാൻ പറ്റും, വിശ്വാസത്തോടെ കൊടുക്കാൻ പറ്റും. അത് കൊടുത്തിട്ട് അയാൾ ഏത് വ്യക്തിക്കാണോ കൊടുക്കുന്നത് ആ വ്യക്തി ഇത് കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് ശരിയായിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടാൻ തുടങ്ങും. അപ്പൊ ഇത് രണ്ടും കൂടി 2 കയ്യിൽ നിന്ന പോലെ ഉണ്ടാവും. റൈറ്റ്. സോ എന്താ ചെയ്യേണ്ടത്? ഒരു പ്രാവശ്യം വന്നു, അടുത്ത പ്രാവശ്യം. ഓക്കെ, അപ്പൊ ആദ്യത്തെ നിങ്ങൾ എടുത്തത് അടുത്ത പ്രാവശ്യത്തെ റെഫറൽ റീഡിംഗ് ആയി മാറും. അപ്പൊ ഇന്ന് ഒരു വ്യക്തി ആദ്യമായിട്ടാണ് നിങ്ങൾ എടുക്കുന്നത്, ഇതുവരെ എടുത്തിട്ടില്ല. അപ്പൊ ഇതാണ് ആദ്യത്തെ റീഡിംഗ്, ബസ് അത്രയേ ഉള്ളൂ. ഇനി ഒരു മാസം അദ്ദേഹം വരുമ്പോൾ റീഡിംഗ് അദ്ദേഹത്തിന്റെ ആ റീഡിംഗ് വെച്ചാണ് പിന്നെ നമ്മൾ അദ്ദേഹത്തെ വിലയിരുത്തുക. അപ്പൊ ഈ പ്രാവശ്യം കൊണ്ടുവന്ന് ചെയ്യും. അപ്പൊ നോക്കും നമ്മൾ ആദ്യത്തതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു കൊടുക്കണം അഥവാ റിസൾട്ട് വല്ലങ്ങനെ വന്നിട്ടില്ല, എന്തുകൊണ്ടാണ് സാർ റിസൾട്ട് വരാതിരുന്നത്? സാർ എക്സസൈസ് ചെയ്തില്ലായിരുന്നോ? സാർ വെള്ളം കുടിച്ചില്ലായിരുന്നോ? സാർ ശരിക്കും ഇത് പറഞ്ഞതുപോലെ കഴിച്ചില്ലായിരുന്നോ? അത് മാത്രമല്ല, ഇതെല്ലാം ചെയ്യുന്ന കൂടെ ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ടെൽ ഓൾ ദീസ് ടു ദീസ് പീപ്പിൾ. എല്ലാവരും തുറന്നു പറയാൻ തുടങ്ങും. കാരണം ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ ആരും കേൾക്കില്ല. ഈ പറയുന്നത് നമ്മൾ പോലും കേട്ടിട്ടില്ലായിരുന്നു. പിന്നെ എങ്ങനെ? അതുകൊണ്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫീമെയിൽസ് ഒക്കെയാണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. നത്തിങ് മോർ ടു സേ, പാരാമീറ്റേഴ്സ്. സോ ഓക്കെ, ഇതാ ഇങ്ങനത്തെ ശരീരത്തിന്
ഏറ്റവും പെട്ടെന്ന് മാറ്റണം. ഇല്ലെങ്കിൽ ഇത് വലിയൊരു രോഗത്തിന്റെ തുടക്കമായിരിക്കും. ഇനി ഈ പ്രോഗ്രാം കാണുന്ന ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ തള്ളിയ ഭാഗം അകത്തോട്ടേക്ക് കയറ്റാൻ നോക്കണം. അപ്പോൾ ഈ ഭാഗം അകത്തോട്ട് കയറുമ്പോൾ ഈ ഭാഗം മുന്നോട്ടേക്ക് വരും. ഇത് കണ്ടില്ല, ഇങ്ങനെ ഒടിഞ്ഞിരിക്കുന്നത് ഗടാഗടിയനായിട്ട് വരും. സോ സീ ദാറ്റ് ദ മസിൽസ് ആർ മോർ, ദ ഫാറ്റ് ഈസ് ലെസ്, എസ്പെഷ്യലി സെൻട്രൽ ഒബേസിറ്റി. പുരുഷന്മാർക്ക് 33 ഇഞ്ചിന്റെ മുകളിൽ പോകാൻ പാടില്ല, സ്ത്രീകൾക്ക് 27 ഇഞ്ചിന്റെ മുകളിൽ പോകാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ഇതാ പിന്നെ എക്സസീവ് ഫാറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഡേഞ്ചറസ്. പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്, കൊളസ്ട്രോൾ, ഇതെല്ലാം ആകുമ്പോഴേക്കും ഓരോ സന്ധികളിലെ വേദന, എല്ല് തേയ്മാനം എല്ലാം വരും. റൈറ്റ്. അപ്പോൾ ഫോളോ അപ്പ് ചെയ്യണം. അതിനുള്ള വെൽനസ് ഷീറ്റാണിത്. ഇതിലിങ്ങനെ കൃത്യമായിട്ട് എഴുതുക, ഓരോ പാരാമീറ്റർ കൃത്യമായിട്ട് എഴുതുക. അത് നിങ്ങൾക്ക് കാണാം ഇവിടെ. ഇതാണ് എന്താണ് യഥാർത്ഥം വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. അത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ മാസം നിങ്ങൾ ചെയ്ത് മുഴുവൻ ഇവിടെ എഴുതി വെക്കുക. ആ ഡേറ്റ് ഇവിടെ എഴുതി വെക്കുക. ഏത് മാസത്തിലെ ഫസ്റ്റ് മന്ത് ഏതായിരുന്നു അതിന്റെ ഡേറ്റ് ഇവിടെ എഴുതി വെക്കുക. രണ്ടാമത്തെ പ്രാവശ്യത്തെ ഡേറ്റ് എഴുതാനുള്ള സ്ഥലമാണിത്. പിന്നെ രണ്ടാമത്തെ മാസം വരുമ്പോൾ ആ ഡേറ്റ് ചെയ്തിട്ട് വീണ്ടും സ്കാൻ ചെയ്യുക. അങ്ങനെ ഇത് 10-12 മാസം, ഒരു വർഷത്തേക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ കാണാം, നിങ്ങൾക്ക് ഫസ്റ്റ് ആ വ്യക്തിയുടെ പേര് എഴുതാൻ പറ്റും, ആ വ്യക്തിയുടെ ഏജ്, ഹൈറ്റ്, മെയിൽ ഓർ ഫീമെയിൽ. ഇതിന്റെ അപ്പുറത്ത് ഒരു സ്ഥലമുണ്ട്, അവിടെ മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ഐ ഡി, എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ കയ്യിലേക്ക്. എത്ര മനോഹരമായിട്ട് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ആ ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നീട് നിങ്ങൾക്ക് കുറെ ആളെ കൊണ്ട് തരും. അങ്ങനെയാകുമ്പോൾ നമുക്ക് PV കൂടുന്നു, നമ്മളെ നെറ്റ്വർക്ക് കൂടുന്നു, നമ്മൾക്ക് സാമ്പത്തിക നേട്ടം കൂടുന്നു, നമ്മളുടെ പിന്ന് കൂടുന്നു, എല്ലാം കൂടുന്നു. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്നറിയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരാളെ അല്ല, എല്ലാവരെയും ഫോളോ അപ്പ് ചെയ്യണം. എന്നാൽ ആ വ്യക്തിക്ക് വിശ്വാസമാവും ഇദ്ദേഹം പ്രൊഡക്റ്റ് അടിച്ചേൽപ്പിക്കാൻ വന്നതല്ല, ഇദ്ദേഹം ശരിയായ ആരോഗ്യ കൗൺസിലറാണ്, ഇദ്ദേഹം ജനങ്ങളിൽ ആരോഗ്യം പടർത്തി കൊടുക്കാൻ വന്നതാണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്റ്റിന്റെ ആണ്. ഇതൊക്കെ നമുക്ക് വിട്ടേക്കാം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ബോഡി സ്കാനർ. സോ ഐ ഹോപ്പ് ദാറ്റ് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഈ ബോഡി സ്കാൻ ഉപയോഗിച്ചിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കുക. ഓക്കെ, ഗെറ്റ് ഇൻ ടു ദ മാർക്കറ്റ് വിത്ത് ദ ബോഡി സ്കാനർ. നിങ്ങൾ എവിടെ പോകുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബാഗിൽ ടൂൾസുകൾ ഉണ്ടായിരിക്കണം. ഇപ്പം യുദ്ധം നടന്ന സമയത്ത് പട്ടാളക്കാര് നമ്മളെ അതിർത്തി നഗരങ്ങളിലേക്ക് പോകുമ്പോൾ തോക്കും ഒന്നുമില്ലാതെ കൈ വീശിയിട്ട് ഗുഡ് മോർണിംഗ് പറയാനല്ലല്ലോ, കൈ വീശി പോയിട്ടുണ്ടെങ്കിൽ ഒരാളും തിരിച്ചു വരില്ലായിരുന്നു. അവർ ടൂൾസുമായിട്ടാണ് യുദ്ധമുഖത്തിലേക്ക് ഇറങ്ങിയത്. നമ്മളും നമ്മളെ ബാഗായിട്ട് യുദ്ധമുഖത്തിലേക്ക് കസ്റ്റമേഴ്സിനെ കാണാൻ പോകുമ്പോൾ ഓരോ ടൂൾസും നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം. ഓരോ ടൂൾസും. ഒരു ആശാരി ഒരു പണിക്ക് പോകണമെങ്കിൽ അദ്ദേഹത്തിന്റെ ബാഗിൽ ടൂൾസ് ഉണ്ടാവും. ഒരു ഇലക്ട്രീഷ്യൻ ഒരു പണിക്ക് പോകണമെങ്കിൽ അദ്ദേഹത്തിന്റെ ടൂൾസ് ഉണ്ടാവും. ഒരു മെക്കാനിക് പോകേണ്ട ടൂൾസ് ഉണ്ടാവും. ന്യൂട്രീഷൻ കൗൺസിലർ നമ്മൾ മാത്രം പോകുന്നത് ടൂൾസും ഇല്ല, ഒന്നുമില്ല. പിന്നെ എന്തുവാ കാണിച്ചു കൊടുക്കുക, എന്താ പറഞ്ഞു കൊടുക്കുക, എന്താണ് ചെയ്തു കൊടുക്കുക. പിന്നെ കുറെ ആൾക്കാർ നമ്മൾ വിശ്വസിച്ചിട്ടും കുറെ ആൾക്കാരുടെ നമ്മൾ സ്നേഹമുള്ളതുകൊണ്ട് ഇയാൾ പറയുന്നതൊക്കെ അങ്ങ് മേടിച്ചു പോകുന്നതാണ് നിർബന്ധിതനായിട്ട്. പക്ഷെ അത് ഒത്തന്റിക് ആയിട്ട് ശരിയായിട്ട് വേണ്ടതുപോലെ അത് ആജീവനാന്തം അത് യൂസ് ചെയ്യണമെങ്കിലും നിങ്ങൾ പറയുന്നതൊക്കെ ശരിക്കും വിശ്വസിച്ചിട്ട് പല ആൾക്കാരേക്കും എത്തിക്കണമെങ്കിലും ഈ ന്യൂട്രീഷന്റെ ഈ ഒരു കൺസെപ്റ്റ് കൂടുതൽ ജനങ്ങളിലേക്കും ആരോഗ്യത്തിന്റെ കൺസെപ്റ്റ്, ഫാറ്റ്, മസിൽസ്, വാട്ടർ, ബോണ്ടൊക്കെ ഒരു വ്യക്തിയിലേക്ക് എത്തിക്കണമെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞ ടൂൾസുകളെ ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയും വേണം. ബാഗിൽ വെച്ചിട്ട് പോയിട്ട് വായ കൊണ്ട് മാത്രം പറഞ്ഞു തരാൻ പാടില്ല. യു ഷുഡ് ടേക്ക് ഔട്ട്. അപ്പൊ ഈ സ്കാനർ എടുത്ത് വെളിയിൽ വെക്കുമ്പോൾ, ഈ ടൂൾസ് എടുത്ത് വെളിയിൽ വെച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ വ്യക്തി ഇതിനെങ്ങനെ ശ്രദ്ധിച്ചിട്ട് പറയും, സാറേ ഇത് കിട്ടാൻ എന്താ സാധ്യത, നമുക്ക് അവർക്ക് കൊടുക്കാം. അവർ തന്നെ നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ ഭാഗമായി മാറി എന്നുള്ളതാണ്. സോ യൂസ് ഇറ്റ്. അപ്പൊ നിങ്ങൾ ആ ബാഗിൻ്റെ അകത്ത് നമ്മളെ ന്യൂട്രിചാർജിന്റെ ഈ വാട്ടിക്കോൾ സ്കാനർ, പിന്നെ വെൽനസ് ഷീറ്റ് ഉണ്ടാവണം. വെൽനസ് ഷീറ്റ് ഇല്ലെങ്കിൽ ചില ആൾക്കാർ ഉണ്ടാക്കിയതുപോലെ അതിന്റെ ഡാറ്റ ഷീറ്റ് അതുണ്ടാവണം. അല്ലെങ്കിൽ ചുമ്മാ ഒരു പേപ്പർ തന്നെ, ഒരു പെണ്ണ് തന്നെ ഇപ്പൊ എഴുതരാം. അയ്യോ ഇതെന്തുവാ ഇത് റേഷൻ ഷോപ്പിൽ എഴുതി കൊടുക്കുന്നത്, അങ്ങനെയല്ല, കൃത്യമായിട്ട് പ്രിന്റഡ് ആയിരിക്കണം. അത് കയ്യിലുണ്ടാവണം. അതൊക്കെ ഒരു എന്താണ് പറയാ, നിങ്ങളൊരു ഓർഗനൈസ്ഡ് ആണെന്ന് മനസ്സിലാവും. ദിസ് പേഴ്സൺ ഈസ് എ വെരി ഓർഗനൈസ്ഡ് പേഴ്സൺ, പ്രൊഫഷണൽ ആണെന്ന് മനസ്സിലാവും. അല്ലാതെ ചുമ്മാതെ എന്തോ പലവ്യഞ്ജനക്കടയിൽ സാധനം മേടിക്കാൻ പോലെ ഒരു പേപ്പർ ഷീറ്റ് തിരിച്ച് കട 35 രൂപ, 45 രൂപ, ഒരു പ്രൊഫഷണലിസം ഇല്ലാതെ തോന്നുന്നത്. സോ യൂസ് ഇറ്റ് ജുഡീഷ്യസ്ലി ആൻഡ് പ്രോപ്പർലി. എന്നാൽ വിജയിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾ വിചാരിച്ച ഉദ്ദേശത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇല്ലെങ്കിൽ പരാജയപ്പെട്ടു.
അപ്പോൾ ടൂൾസിൽ എന്തൊക്കെയാ വെക്കുക? ഇത് സ്കാനർ വെക്കുന്നു, പിന്നെ നമ്മൾ വെൽനസ് ഷീറ്റ് വെക്കുന്നു, അതിൻ്റെ കൂടെ ന്യൂട്രിചാർജ് മാൻ, ന്യൂട്രിചാർജ് വുമൺ എല്ലാം അങ്ങനത്തെ ന്യൂട്രിചാർജ് ഓരോ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനുള്ള പലതരത്തിലുള്ള ടൂൾസ് ഓരോ ഘട്ടത്തിൽ നിങ്ങൾ തന്നിട്ട് ആ ടൂൾസ് എല്ലാം ചേർത്ത് ബാഗിൻ്റെ അകത്ത് വെച്ചിരിക്കണം. പോകുമ്പോൾ ഏത് തരത്തിലെ കസ്റ്റമറെ കിട്ടാൻ നമുക്ക് ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. അവിടെ പോകുമ്പോൾ കാണാൻ വലിയ കൊഴുപ്പുള്ള ഒരാളാണ്, ഉടനെ ന്യൂട്രിചാർജ് SNF എടുത്തിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ബോഡി സ്കാൻ ചെയ്യുക. ഒരാൾക്ക് പോകുമ്പോൾ തീരെ മെലിഞ്ഞ ഒരാളാണ്, ചില ആൾക്ക് തീരെ വെള്ളമില്ലാത്ത ആളാണ്, ചില ആൾക്ക് എല്ലില്ല, ചില ആൾക്ക് അങ്ങനെ പല അസുഖങ്ങളും പറയും. അസുഖങ്ങൾ പറയുമ്പോൾ ആ അസുഖത്തിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. അതിനുള്ള ഒരു പുസ്തകം ഞാൻ തന്നിട്ടുണ്ട്, ആരോഗ്യത്തിന്റെ ആഘോഷം. എവറിഥിങ് ഇസ് ദെയർ ഇൻ യുവർ ഹാൻഡ്. നമ്മളുടെ കയ്യിൽ എല്ലാം ഉണ്ട്. പക്ഷെ എന്നിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ ആ എല്ലാം ഉണ്ടെന്നേ ഉള്ളൂ, ഉപയോഗിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. സിമ്പിൾ. ഇത് നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തിയാൽ മതി. ഞാൻ പറഞ്ഞത് അങ്ങ് കേട്ടിട്ട് വിലയിരുത്തിയാൽ മതി. ഇദ്ദേഹം പറഞ്ഞാൽ എത്ര ശരിയുണ്ട് എത്ര തെറ്റുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിന്റെ ഉള്ളിൽ ഒരു മണി അടിക്കും, എത്ര ശരിയായിട്ടാ പറഞ്ഞത്. ഞാൻ അന്ന് മേടിച്ച പുസ്തകം പ്ലാസ്റ്റിക് കവർന്ന് പോലും എടുത്തു മാറ്റിയിട്ടില്ല. സുഹൃത്തുക്കളെ ഒന്ന് എടുത്തു മാറ്റണം, ശ്വാസം മുട്ടി മരിച്ചു പോകും കേട്ടോ. അതേപോലെ തന്നെ ബോഡി സ്കാനർ, ആ പെട്ടിന്റെ അകത്തുനിന്ന് ഒന്ന് വെളിയിലോട്ട് എടുത്ത് എപ്പോഴെങ്കിലും ഒന്ന് തുടച്ചിട്ട് കേട്ടോ, ഇല്ലെങ്കിൽ അതും ചത്തുപോകും. കാരണം ശ്വാസം മുട്ടിയിട്ടല്ലേ ആൾ മരിക്കുക. അപ്പൊ അതും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരുടെയും എത്തിക്കുക. ഇനി അടുത്ത ചോദ്യം വരും, സർ എനിക്കിത് ഇല്ലല്ലോ സർ, ഞാൻ എന്താ ചെയ്യേണ്ടത്? പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത്, എന്നാൽ ഒന്നും കൂടി പറയാം എന്താ ചെയ്യേണ്ടത്. 3500 രൂപക്ക് തരും. ഓക്കെ, ബോഡി സ്കാനർ കോസ്റ്റ് 3500. ഇപ്പോഴത്തെ സ്ഥിതിയിൽ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടാന്ന് എനിക്കറിയാൻ പാടില്ല, ഇപ്പോഴത്തെ സ്ഥിതിയിൽ 3500. വേണ്ട ആൾക്കാർ അവരുടെ ടെക്നിക്കൽ ലീഡേഴ്സ് ത്രൂ, കാരണം എല്ലാവരും എനിക്ക് അയച്ചെന്നാലേ എനിക്ക് കാടേരി വിളിയായി പോകും, അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം മൊത്തം സൗത്ത് ഇന്ത്യയിലേക്ക് പോരും. അതുകൊണ്ട് നിങ്ങളുടെ ടെക്നിക്കൽ ലീഡേഴ്സിന് 3500 രൂപ കൊടുക്കുക, നിങ്ങളുടെ പേര് എഴുതി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ടെക്നിക്കൽ ലീഡർ എന്ത് ചെയ്യും? നിങ്ങളുടെ കാശും നിങ്ങളുടെ പേരും എനിക്ക് എത്തിച്ചു തരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇത് കമ്പനിക്ക് അയച്ചു കൊടുക്കും. അപ്പൊ കമ്പനി എന്ത് ചെയ്യും? കമ്പനി ഇത് മുഴുവനും ആ ഡിപ്പോയിലേക്ക് അയച്ചു തരും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടർ വേൾഡിലോ ഏതെങ്കിലും എവിടെയാണോ വേണ്ടത് അവിടത്തേക്ക് അയച്ചു തരും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ കമ്പനിയോട് പറയും അത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളിൽ ടെക്നിക്കൽ ലീഡറാണ് എനിക്ക് തന്നത്, ഞാൻ അദ്ദേഹത്തോട് പറയും ഇതാ സ്കാനിങ് മെഷീനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും അവിടെ പോവുക, അത് സ്വീകരിച്ചിട്ട് അങ്ങ് പോവുക, ഇല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു സെൻട്രൽ പോയിന്റിൽ കൊണ്ടുവന്നിട്ട് ഓരോ ദിവസം അങ്ങനെ അവർ കൊടുത്തു തരും. അപ്പോൾ വേണ്ട ആൾക്കാർ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് ബോഡി സ്കാനിങ് മെഷീൻ എടുക്കുക, അങ്ങോട്ട് ഇറങ്ങുക. റൈറ്റ്. ഇനി തൽക്കാലം ഇപ്പം കയ്യിലില്ലല്ലോ, ചില ആൾക്കാരുടെ അടുത്തുണ്ട് താനും. അപ്പോൾ ആ ഉള്ള ആൾക്കാർ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് ഏതെങ്കിലും ഒരു ദിവസം ഒന്ന് കടം മേടിച്ചിട്ട്, സർ ഒരു ദിവസത്തേക്ക് എനിക്ക് തരണം, ഞാനൊരു 10 ആളെ മുട്ട വെച്ചിട്ട് വെച്ചിട്ടുണ്ട്, നേരെ പോവുക, 10 ആളെയും കാണിക്കുക, സ്കാൻ ചെയ്യുക, തിരിച്ചു വരിക. അല്ലാതെ സ്കാനിങ് മെഷീൻ സാറേ ഒന്ന് തരുമോ, തന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, എനിക്കൊരു 5 ആളെ ആരോട് കണ്ടു, അങ്ങനല്ല. ആദ്യം നമ്മൾ ആ കസ്റ്റമർ കണ്ടെത്തണം, then you take the scanner and do this. പക്ഷെ I'll tell you one thing, സ്കാനിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് ടൂൾസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റിന്റെ സെയിൽസ് കിട്ടുന്നത് നിങ്ങൾ അന്തം വിട്ടു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ന്യൂട്രിചാർജിന്റെ തുടക്കം അങ്ങനെയായിരുന്നു ഒരു കാലത്ത്, പഴയ ആൾക്കാർക്ക് അറിയാം. പക്ഷെ നമ്മൾ പതുക്കെ പതുക്കെ നമ്മളെ ഓർമ്മശക്തി വളരെ മോശമായതുകൊണ്ട് പണ്ട് ചെയ്തതും നമ്മളങ്ങ് മറന്നുപോകും. പണ്ട് ചെയ്ത ആൾക്കാരും സ്കാനിങ് ചെയ്യാതെ അതിനെ അൽമാരിയിൽ എവിടെയെങ്കിലും എടുത്തു വെക്കും. അതാണ് പ്രോബ്ലം. നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നു, എല്ലാ ദിവസവും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ജോലിയുടെ ഭാഗമാണ്. യു നീഡ് ടു ടേക്ക് ഇറ്റ് അവരി. അത് മാത്രമല്ല, ഇത് നിങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഇതിന്റെ റിസൾട്ട് ഭയങ്കരമായി കേട്ടോ. പീപ്പിൾ വിൽ വെയിറ്റ് ഫോർ യു. ആൾക്കാർ വിളിക്കും, സാറേ ബോഡി സ്കാനിങ് എപ്പോഴാ, സാറേ ബോഡി സ്കാൻ ചെയ്യാൻ സാർ വരുന്നുണ്ടോ, സാറേ ഞാനൊരു 5 ആളെ എൻ്റെ വീട്ടിലാക്കിയിട്ട് ഹോം മീറ്റിങ്ങിലുള്ള ഒരു വീട്ടിൽ പോയിട്ടുണ്ട്, ആ വീട്ടിലുള്ള കംപ്ലീറ്റ് ആൾക്കാരെ ചെയ്യാൻ പറ്റും. ഒരാൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയിട്ട് നിങ്ങൾ 10 ആളെ കണ്ടു. ഏതെങ്കിലും ഒരു ഓഫീസിലെ ഏറ്റവും ടോപ്പ് ഓഫീഷ്യലിനെ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് അദ്ദേഹത്തെ സ്കാൻ ചെയ്ത് പറഞ്ഞു കൊടുത്താൽ അദ്ദേഹം ആ ഓഫീസിൽ മുഴുവൻ കൊണ്ടുവരും, നിങ്ങളെ വീട്ടിലോട്ട് വന്നു എൻ്റെ അവിടെ. ദിസ് ഈസ് ഹൗ തിങ്സ് ഹാപ്പൻസ്. പക്ഷെ ഇറങ്ങിത്തിരിക്കണം. യു നീഡ് ടു വർക്ക്. എന്നാൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ. അതർവൈസ് നത്തിങ് വിൽ ഹാപ്പൻ. നമ്മൾ പറയും മാത്രമേ ഉണ്ടാവും. ലാസ്റ്റ് പറയും ഒന്നും കിട്ടുന്നില്ല, ഒരു റിസൾട്ട് വന്നിട്ടില്ല, ആരും മേടിക്കുന്നില്ല. ഞാനിങ്ങനെ നമ്മളൊക്കെ ന്യൂട്രിചാർജ് കമ്പനി ഞാനും അല്ല ഇങ്ങനെ പണ്ടേ ഒരു 13 കൊല്ലം മുമ്പേ ആരും മേടിക്കുന്നില്ല, ഇതാരും നടന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ന്യൂട്രിചാർജ് ഉണ്ടാവില്ലായിരുന്നു, ഞാനും ഉണ്ടായില്ലായിരുന്നു, നിങ്ങളും ഉണ്ടായില്ലായിരുന്നു, വേറെ ഏതെങ്കിലും ആൾക്കാരുണ്ടാവായിരുന്നു, നമുക്ക് ഈ കിട്ടിയ ആരോഗ്യം ഉണ്ടാവില്ലായിരുന്നു. ഹലോ. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. 9 മണിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട്, സോ വെരി ക്ലോസ് ടു ദാറ്റ്. അത് 9 മണി കഴിഞ്ഞാൽ ഇന്നൊരു ഫിസിക്കൽ മീറ്റിംഗ് ഉണ്ട് പെരുമ്പിലാവില്, വിച്ച് ക്ലോസ് ടു എടപ്പാൾ. അപ്പോൾ ആ സൈഡിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ യു ക്യാൻ കം.
അവിടെ നമുക്ക് വീണ്ടും കാണാം. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 12 ദിവസമായിട്ട് ഫിസിക്കൽ മീറ്റിംഗ് ആയിരുന്നു, കംപ്ലീറ്റ് കേരളം ഉടനീളെ. അപ്പോൾ ഉള്ള മഴ പെയ്തത് മുഴുവൻ എനിക്കറിയാം, എവിടെയൊക്കെ റോഡ് ഒളിച്ചു പോയിട്ടുണ്ട് അതെനിക്കറിയാം, ഏതൊക്കെ ട്രാക്കിലാണ് മരം വീണെന്ന് എനിക്കറിയാം, ഏതൊക്കെ ട്രെയിൻ ബ്ലോക്ക് ആയി എനിക്കറിയാം. കാരണം എല്ലാ സമയത്തും ഞാൻ വെളിയിൽ തന്നെയായിരുന്നു. ഞാൻ ഇന്നാണ് ഇവിടെ വീട്ടിലെത്തിയിരിക്കുന്നത്, ഞാൻ ഇന്ന് തന്നെ പുറകെ ചെയ്യും. സോ നിങ്ങളെല്ലാവരും ഇറങ്ങിത്തിരിക്കുക. പക്ഷെ ഒരു സന്തോഷം എനിക്കുണ്ട്. പെരുമാച്ചി മഴ എന്താന്ന് പറയാൻ എനിക്കറിയില്ല. അതിലൊന്നും ഹെവി ഡൗൺ പോർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ, ഹെവി ഡൗൺ പോർ. അതിഭീകരമായിട്ടുള്ള മഴയാണെങ്കിലും ഫിസിക്കൽ മീറ്റിങ്ങിന് ആള് കുറവേ ഇല്ലായിരുന്നു കേട്ടോ. എല്ലാ ഹാളുകളും ഫുള്ളായിരുന്നു. സോ പീപ്പിൾ നീഡ് സംതിങ്, റൈറ്റ്? ആരോഗ്യം വേണം എന്നുള്ളതാണ്. സോ പ്ലീസ് കം, വിൽ മീറ്റ് അഗെയിൻ. ഇന്ന് കാണാം ഇനിയും. പിന്നെ നാളെ മറ്റന്നാൾ 2-3 തീയതിയും ചക്കരക്കൽ എന്ന് പറയുന്ന കണ്ണൂരിലെ